Praise the Lord. Praise the Lord. ഇരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ നിറവ് നമ്മൾ അനുഭവിക്കുന്നത് ഈ പത്രോസിൻ്റെ 3:6 വചനങ്ങളിൽ നടപടി പുസ്തകത്തിൻ്റെ. അതായത് ഒരു മനുഷ്യൻ എന്തുമാത്രം മൈനസ്സാകാം, 0 മൈനസായി പോകുകയാണ്. ഒന്ന് ഈശോയുടെ അഭാവം, അതുപോലെ തന്നെ എന്നിട്ടും പ്രാർത്ഥനയിൽ നിന്ന് ആ മനുഷ്യൻ മാറുന്നില്ലല്ലോ. അതാണ് ഞാൻ ആ മനുഷ്യനെ പാറയെന്ന് വിളിക്കണത്. ഈശോ വിളിച്ച പാറ നമുക്ക് കറക്റ്റ് മനസ്സിലാകണത്. ശരിക്കും പത്രോസ് ഒരിക്കലും ഈശോനെ തള്ളി പറഞ്ഞിട്ടില്ലേ? പത്രോസ് തള്ളി പറഞ്ഞതെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും സംഭവിച്ച വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പോരല്ലോ. ആ സംഭവിച്ച വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പത്രോസ് ആ സമയത്തും, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കുരിശിന് ചുവട്ടിൽ നിന്ന് യോഹന്നാന് കർത്താവ് അധികാരം കൊടുക്കാതെ പത്രോസിന് കൊടുത്തത്? എന്തോ സംഭവം ഉണ്ട്, നടന്നില്ല. അപ്പം അതിൻ്റെ അകത്ത് തള്ളിപ്പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ എങ്ങനെ താക്കോൽ കൊടുക്കണത്? കൊടുക്കത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും മിനിമം പരിശുദ്ധാത്മ നടത്തണമെന്ന്. എന്തെല്ലാം കഷ്ടപ്പാട് വന്നാലും എബവും മീഡിയം പരിശുദ്ധാത്മാവിന് പത്രോസ് എപ്പോഴും നിലനിർത്തും. എന്തെല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടാലും വീട് നഷ്ടപ്പെട്ടാലും ആ പ്രാർത്ഥനയും നഷ്ടപ്പെടാതെ ആ പാവപ്പെട്ടവൻ കയറി വന്നെ കണ്ടില്ലേ? ദൈവത്തിൻ്റെ ചങ്ക് വളർന്നു ആ വരവ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും വിശ്വാസം ഇങ്ങനെ പ്രഖ്യാപിക്കും. എൻ്റെ പൊന്നില്ല, ഉണ്ടായിരുന്ന കാര്യമുണ്ട്, എനിക്ക് വിഷമമൊന്നും എൻ്റെ അടുത്തില്ല. കാര്യം എൻ്റെ വിഷമം മാറ്റാൻ പറ്റിയ ഒരാളിൻ്റെ മനസ്സിലുണ്ട്. അതാണ് കർത്താവിൻ്റെ നാമം. കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഭയങ്കരമായ പത്രോസിൻ്റെ നിന്നാണ് നമുക്ക് നാമം മനസ്സിലാവണത്. ജീസസ് സെൻറ്റ് പോൾ എപ്പോഴും പറയവേ, പ്രകൃതിയാൽ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം, കുരിശ് മരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവന് അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകിയെന്ന് ഇപ്പം ഫിലിപ്പിയർ 2:6-7 പൗലോസ് പറയും. അത് പൗലോസ് പറയണത് ഫിലിപ്പിയർ ലേഖനം കഴിയുമ്പോൾ ഈശോ മരിച്ച് 25 കൊല്ലം കഴിഞ്ഞാണ് ആ മനുഷ്യൻ അത് പറയണത്. പക്ഷേ ഈശോ മരിച്ച് 3-ാം പക്കമല്ലേ പത്രോസ് പറയണത്. ഐ നോ the name of Jesus Christ. കർത്താവിൻ്റെ നാമം എന്താണെന്നറിയാം. പൊന്ന് വേണ്ടറ ഇവിടെ ജീവിക്കാൻ, വെള്ളി വേണ്ടറ, അവൻ്റെ നാമം മതിയിടാന്ന് പറയും. എഴുന്നേറ്റ് നടക്കാമെന്ന് പറയും. അതാണ് പത്രോസ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഈ നാമം മതി നമുക്ക് ജീവിക്കാൻ. സുധിയുടെ ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് നടന്നു ഈ നാമത്തിൻ്റെ ശക്തിയാൽ. ഈ നാമത്തിൻ്റെ ശക്തി, ഈ കൃപയുടെ വേറൊരു പേരാണ് നാമത്തിൻ്റെ ശക്തി എന്ന്. നമ്മളിപ്പോൾ 5:17 കണ്ടു. എന്താ പറഞ്ഞ്? അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്. ആ ശക്തി അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുമ്പോൾ എഫെസ്യസ് 3:20 വരുമ്പോൾ ഈ ശക്തിയാണ് അവനെ മരിച്ചോട് ഉയർപ്പിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുത്തിയിരിക്കണമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ശക്തിയാണത് അവനിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എഫെസ്യസ് 3:20 പറയുന്നത് ഈ ശക്തിയാണ് അവനെ മരിച്ചോട് ഉയർപ്പിച്ച് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുത്തിയിരിക്കണതെന്ന് പറയും. അത് അപ്പോഴാരുടെ ശക്തിയാണ്? യേശുക്രിസ്തു പ്രവർത്തിക്കുന്ന ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, പിതാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:23 പറയും, പുത്രനെ അറിയാത്തവൻ പിതാവിനെ അറിഞ്ഞിട്ടില്ലെന്ന് പറയും. പിതാവിനെയും പുത്രനെ അറിയാത്തവൻ അന്തിക്രിസ്തുവാണെന്ന് പറയും. വിശ്വാസി അല്ലെങ്കിൽ അന്തിക്രിസ്തു, രണ്ടിലൊന്നേ ഉള്ളു ഇവിടെ. അത് കാര്യം എന്താ? പുത്രനിൽ പ്രവർത്തിക്കുന്ന ശക്തി ആരുടെ ശക്തിയാ?
പിതാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:21 പറയണത്, പുത്രനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിതാവിനെ അറിഞ്ഞിട്ടില്ല. കാര്യം എന്താ? പുത്രൻ, നമ്മൾ ഓർക്കുക, നമ്മളിവിടെ സാക്ഷ്യം പറയണതും ഇനി നിങ്ങളിന്ന് അനുഭവിക്കാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ശരിക്കും പറഞ്ഞാൽ പുത്രനിലൂടെ ലഭിക്കുന്നത് ആരുടേതാണ്? പിതാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പുത്രനെ അറിയാത്തവൻ പിതാവിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണത്. പിതാവിനെ പുത്രനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അന്തിക്രിസ്തുവാണെന്നാണ് പറയണത്, അവിശ്വാസി എന്നല്ല പറയണത്. നേരെ ഓപ്പോസിറ്റായിട്ട് മാറുകയാണ്. കാര്യം ഒരിക്കലും പ്രകാശം ലഭിച്ച ആള് അതിൽ വീണു പോയാൽ അവൻ്റെ അന്ത്യസ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കും എന്ന് പറയുമ്പോൾ അതേ വാല്യൂവിലാണ് വരണത്, അന്തിക്രിസ്തു ആയിരിക്കുമെന്നാണ്. വിശ്വാസം നഷ്ടപ്പെടുത്തിട്ട് ഏത് കോമരത്തിനെ കല്യാണം കഴിച്ചാലും നീ അന്ത്യക്രിസ്തു ആയിരിക്കും, ഒരു സംശയമില്ല കരുതി. അഥവാ അങ്ങനെ അകപ്പെട്ടു പോയ ആൾക്കാർ കണ്ണുനീരുടെ അവസാനം വരെ നീ പ്രാർത്ഥിക്കണം, കർത്താവേ അകപ്പെട്ട് അറിയാതെ പോകേണ്ടതാണ്, എനിക്ക് എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്താനുള്ള പെടാത്ത വഴികളിലേക്ക് എന്നെ തെളിക്കഴിപ്പിച്ച് എന്നെ നയിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കും അവനും, അല്ലെങ്കിൽ അവനും നിനക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും കർത്താവിനെ അറിയാനും അറിഞ്ഞ് നിത്യജീവൻ പ്രാപിക്കാനും കർത്താവ് സഹായിക്കും. സുദൂര ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സുദൂര ഹല്ലേലൂയ 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 മഹത്വം 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 മഹത്വം. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശ്രമത്തിലെന്നാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തിയോട് ചേർന്ന് വേണം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴേ ശക്തി കൃപയെക്കുറിച്ച് പറഞ്ഞ അവസാനം നമ്മൾ ആദ്യ വിശ്വാസം വന്ന നോട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ് ആദ്യം പറഞ്ഞത്? എന്താണ്? എന്നിൽ നിന്ന് അവനിൽ നിന്ന് ശക്തി നിർഗളിച്ചെന്ന് പറഞ്ഞ് ഇപ്പോഴ് പറയുന്നത് അവൻ്റെ നാമത്തിനാണ് ശക്തിയുള്ളതെന്ന്. കാര്യം ആ ശക്തി പിതാവ് കൊടുത്ത ശക്തിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എഫേസ്യസ് 3:20 പറയുന്നു, ഈ ശക്തി പിതാവിൻ്റെ ഈ ശക്തിയാണ് അവന് മരിച്ചവരെ ഉയർപ്പിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്നുള്ള ഇരുത്തിയിരിക്കണമെന്ന് പറയണം. ഈ ശക്തിക്ക് തന്നെ നമുക്ക് കൃപയെന്ന് പറയണത് നമ്മൾ പറയണതല്ല, പൗലോസ് പറഞ്ഞതാ. ഈ ശക്തി, അതായത് അച്ഛൻ ആദ്യ ദിവസം പറഞ്ഞിരുന്നു കാറ്റ് അനുഗ്രഹവും കറണ്ട് കൃപയുമാണെന്ന്, ഇല്ലേ? നമുക്കെന്താ ഇപ്പോൾ കൃപാഭിഷേക ധ്യാനത്തിൽ വരണം? നമുക്കെന്താ വേണ്ടത്? കാറ്റല്ല വേണ്ടത്. കറണ്ട് ഉണ്ടാകുമ്പോൾ കാറ്റ് താനേ ഉണ്ടായിക്കൊള്ളും. മനസ്സിലായില്ലേ? കൃപയുണ്ടെങ്കിൽ ബാക്കിയില്ല. കൃപയുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. സാധ്യതകളുടെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നിടും പിതാവ്. അതായത് നീ ഒരു ദൈവവേദനാണെന്ന് ദൈവത്തിന് തോന്നിയ പിന്നെ നിന്നെ സഹായിക്കാൻ 100 പേര്. നീ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, ഇപ്പോൾ എന്നോട് ഒരു
നേഴ്സ് സൗദി അറേബ്യയിൽ നിങ്ങോട്ട് പോരുമോ എന്ന് പറഞ്ഞ് വെച്ചാൽ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ യുദ്ധം നടക്കുകയാണ്, യുദ്ധഭൂമി കൂടിയാണ് എൻ്റെ ബസ് പോയിട്ട് വേണം എയറോഡ്രോമിൽ ചെല്ലാൻ. യുദ്ധം നടക്കുകയാണ്, യുദ്ധഭൂമി കൂടിയാണ്, അവിടെ ബോംബും ഷെല്ലും വീഴുന്നുണ്ട്, കുറച്ച് പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ റിലീവ്ഡായി, ലീവ് റിലീവ്ഡായി, എനിക്ക് 2.5 മാസം കഴിഞ്ഞ് വന്നാൽ മതി. ഇവിടെ ഇന്നോട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ശമ്പളം കിട്ടത്തില്ല, പിന്നെ എല്ലാം വെക്കേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പോകാം, പക്ഷേ പോകാൻ പറ്റും, ഞാൻ പോകുന്ന ഷെല്ല് വീഴുന്ന സ്ഥലങ്ങളിൽ കൂടിയാണ് പോകുന്നത്, അച്ഛൻ പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോരെ, കൊന്തെടുത്ത് കൈ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ കൊന്തെടുത്ത് കൈ പിടിക്കാന്ന് പറഞ്ഞാൽ ഇവളൊരു ഭയങ്കര കമാൻഡോയാണ്. കാര്യം സൗദി അറേബ്യയിൽ ബൈബിളും കൊന്ത ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ചുട്ടുകളയും. പക്ഷേ ഇവിടെ കൊന്തുണ്ട്, അതെങ്ങനെയെങ്കിലും ഒപ്പിച്ചിരിക്കും. അത് വേറെ, അതാണ് കർത്താവുമായിട്ടുള്ള അത് വേറെ സാധനം. ഞാൻ കുറേ ഇതുപോലുള്ള സംഭവത്തെ കണ്ടിട്ടുണ്ട്. പ്രസ്ഥാനങ്ങളെന്ന് പറയും, എന്ന് വെച്ചാൽ ഒരു പണിയും ആടെയും നടക്കത്തില്ല. കർത്താവിൻ്റെ മകളെ, കർത്താവെന്ന് പറഞ്ഞാൽ പിന്നെ തേകത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല, ചാകണേ ചത്തു കളയും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ദൈവവേദലെന്ന് പറയണത്, ഒരു കോംപ്രമൈസ് ഇല്ലാതെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചാ, എൻ്റെ കൊന്തുണ്ട്. കൊന്തല് അഖണ്ഡജോപനയുടെ കയ്യിരിക്കണ ആണ് രസം. അതെങ്ങനെ അവർ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അതെന്താ, എൻ്റെ കർത്താവിനേക്കാൾ വലിയ അറബിയ എന്നാണ് അവൾ ചോദിക്കണേ. അത് ഉള്ളിലുള്ള ബോധ്യമാണ്. അങ്ങനെയുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ബോധ്യമുള്ളവൻ സാധനക്കാർ ദൈവം സംരക്ഷിക്കാതിരിക്കുമോ? അവൾ പറയണ എന്താ സംഭവം അറിയാമോ? അവൾ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ എയറോഡ്രോമിൽ എനിക്കാണെങ്കിൽ എൻ്റെ ഈ വെയിറ്റ്, അതായത് കാർഗോയിൽ കയറ്റിയിട്ട് ഞാൻ തലച്ചുമട് എടുക്കാൻ പറ്റത്തില്ല, കൈ കൊള്ളാനുള്ള സാധനമില്ല, തിരിച്ച് ഇങ്ങനെ പൂരണമുണ്ട് കുറേ സാധനങ്ങൾ. അച്ഛൻ ഞാൻ എവിടെയെല്ലാം ചെന്ന് അവിടെയൊക്കെ ഓരോ ആൾക്കാർ വന്ന് എന്നെ സഹായിച്ചാൽ ഒരു പരിചയമില്ല അച്ഛാ, ഞാൻ പറഞ്ഞുമില്ല, പറയാതെ വന്ന് സഹായിച്ച. അപ്പോൾ എനിക്കറിയാം ഈശോ ഓരോരുത്തർ ആളെ നിർത്തിയിട്ടുണ്ടായി. അത് ഭയങ്കര ഈശോയുടെ പരിപാടി വെച്ചാൽ നല്ലവണ്ണം നമ്മൾ കറകല്ലാതെ വിശ്വസിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈശോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് അലമ്പുണ്ടാകണത്. സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കത്തില്ല നമ്മൾ. കർത്താവ് ഇപ്പം കർത്താവില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ സഹായിക്കുമല്ല എന്ന രീതി നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വരും നമുക്ക് എപ്പോഴും. ഇപ്പോൾ നമുക്ക് ചിലർ സ്വർണം പോയെന്നൊക്കെ പറയുമ്പോൾ കിടന്ന് നിലവിളിക്കത്തില്ലേ ഭയങ്കരമായിട്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് നിലവിളിച്ചു വരും സ്വർണം പോയെന്ന് പറയുമ്പോൾ. എനിക്ക് പെട്ടെന്ന്, പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം വെച്ചാൽ സ്വർണം പോയത് കൊണ്ടല്ല, ഇവരുടെ കയ്യിൽ നിന്ന് കർത്താവ് പണ്ടേ പോകുമ്പോഴാണല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്വർണം പോയ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. 2.5 പവൻ 5 പവനൊക്കെ താലിമലൊക്കെ പോകുന്ന ആൾക്കാർ. ഇവർ പലരും പല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻസാണ് ഉള്ളത്. ചില ആൾക്കാർ നിങ്ങൾ കർത്താവ് ഇനി എന്തെങ്കിലും ക്ഷീണം വന്നാൽ എവിടെ കൊണ്ട് എന്ത് പണയം വെക്കുമെന്നാണ്. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി മുഴുവനും ആ 2.5 പവനിൽ നിന്നാണ്. ആ സെക്യൂരിറ്റീനെ അടിച്ച് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഇനി അവർക്ക് അവർ പോയ സ്വർണത്തെക്കാൾ ഉപരി ഇപ്പം നമ്മുടെ കരുത്ത് സ്വർണ്ണം ഉണ്ടെങ്കിൽ ആരെങ്കിലും മരുമക്കളെങ്കിലും വന്ന് പൊക്കി നമ്മുടെ വാട്ടർ ഷെഡ് കൊണ്ട് കൊണ്ടുപോകും. എന്നിട്ട് പൊന്നും മേടിച്ചിട്ട് പോവുകയും ചെയ്യും. പിന്നെ അവനെ കാണത്തുമില്ല. അതുകൊണ്ടാണ് അവർ സ്വർണം പോകുമ്പോൾ കിടന്ന് വിഷമിക്കുന്നത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ചാൽ വിശ്വാസമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം പോയാൽ എന്ത് പറ്റും? കർത്താവ് സെക്യൂരിറ്റി ആകും വിശ്വാസമുള്ളവന്. പണ്ട് സ്വർണത്തിനല്ലേ സെക്യൂരിറ്റി തന്നത് നമുക്ക്. പണ്ട് നമുക്ക് സ്വർണം ഉണ്ടായപ്പോൾ സ്വർണത്തിന് സെക്യൂരിറ്റിയാണ്. സ്വർണം പോകുമ്പോൾ വിശ്വാസമുള്ളവന് കർത്താവ് ആരാണെന്ന് കർത്താവിന് സെക്യൂരിറ്റി കിട്ടും. അപ്പോഴെന്താ, ഒരു രോഗം വന്നിട്ട് സ്വർണം പണയം വെക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? രോഗം വരാതിരിക്കണില്ലേ? അത് കർത്താവിൻ്റെ കയ്യിലല്ല സംഭവം ഇരിക്കണത്, ഇല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പോയി. നമ്മുടെ സെക്യൂരിറ്റി ജീസസ് ആണെന്ന് ജീസസിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂർ ചെയ്ത് കളയും. നമ്മളിങ്ങനെ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ പണിയായിരിക്കും. കർത്താവ് അല്ലെങ്കിൽ ഐതറോർ കളിക്കത്തില്ല. ഐതറോർ കളിക്കാറ് അവിടെയാണ് ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പം പിടിച്ച് വരണില്ലേ. വിശ്വാസം എല്ലാവർക്കും ഉണ്ടെന്ന് അച്ഛൻ അതേ പറഞ്ഞല്ലോ. പക്ഷെ അപ്പോൾ ഈശോ ചോദിക്കും, അത് ടെസ്റ്റ് ചെയ്തതാണെന്ന് ചോദിക്കും. വിശ്വാസം ആദ്യ ദിവസത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അതായത് നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടെന്ന് പറയണമെങ്കിൽ കർത്താവ് ചോദിക്കുന്നത് എന്താണത്? ടെസ്റ്റ് ചെയ്തതാണെന്ന് ചോദിക്കുന്നത്. ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അതായത് ഇപ്പോൾ 1 പത്രോസിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ വന്ന വചനമാണത്. 1 പത്രോസിൻ്റെ 1:7 പറയണത്. അതായത് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം ഊതിക്കാച്ചിയ പൊന്നിനേക്കാളും വിലയുള്ളതാണെന്ന്.
അപ്പോൾ അതിജീവിച്ച വിശ്വാസമൊന്നും ഉണ്ട് അതിൻ്റെ അകത്ത്. വിശ്വാസം എന്ന് ചോദിച്ചാൽ ഉടനെ ബൈബിൾ ചോദിക്കും അതിജീവിച്ചതാണോ എന്ന് ചോദിക്കും. പറഞ്ഞ മനസ്സിലായി? ഇപ്പോൾ 1 പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. അത് പറഞ്ഞേ. പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം ഊതിക്കാച്ചിയ പൊന്നിനേക്കാളും വിലയുള്ളതാണ്. അപ്പൊ വിശ്വാസം അവിടെ 2 തരമായി വന്നു. ഒന്നെന്താണ്? പരീക്ഷകളെ അതിജീവിക്കാത്ത വിശ്വാസമുണ്ട്, പിന്നെ പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമുണ്ട്. വിശ്വാസമായെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമായിരിക്കണം. അല്ലെങ്കിൽ അതൊന്നും വാല്യൂ ഉള്ളതല്ല. പഴയ നോട്ടില്ലേ നമ്മുടെ, ഇപ്പം കൊണ്ടൊക്കെ അടുത്ത ചിലപ്പോൾ അകത്താകും നമ്മൾ. ഇപ്പം പഴയ നോട്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പഴയ നോട്ട് ഗവൺമെൻറ് നോട്ട് തന്നെയാണ്, പക്ഷെ അതിന് ഇപ്പം കാണിച്ചാൽ ചിലപ്പോൾ നമ്മൾ അകത്താകും. അതുപോലെയാണ് പഴയ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ചെയ്യാത്ത വിശ്വാസത്തിന് കാര്യം 40 വയസ്സായി, വിശ്വാസം ടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് പഴയ നോട്ട് പോലെയായി. 40 വയസ്സായി പക്ഷേ വിശ്വാസം ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നിൻ്റെ ഒരു ഭർത്താവ്, അയാൾക്ക് ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ഷിപ്പല്ലേ. ഇപ്പം ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആർക്കാണ് ഉള്ളത്? കല്യാണം കഴിച്ചവർക്കാണ് ഉള്ളത്. കല്യാണം കഴിച്ചവരുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അതിൻ്റെ പേര് ഭയങ്കര ചില ഫ്രണ്ട്ഷിപ്പൊക്കെ സാധാരണ ഫ്രണ്ട്ഷിപ്പാണ്, ചില ഇതൊക്കെ കുറച്ച് ചുറ്റിക്കളി കൂടുതലാണ്. പക്ഷേ ചില വൈഫുമാർക്ക് ബുദ്ധിബോധമില്ലാതെ കാരണം ഇവളൊക്കെ ഇത് വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അലറുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഭക്ഷണം വെക്കാതിരിക്കുകയും പള്ളിയിൽ പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം കുളമാകും. എന്താ കാര്യം? ടെസ്റ്റാണ് വന്നിരിക്കുന്നത്. ഹസ്ബൻഡ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇവൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താ? ഭക്ഷണം വെക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഈ പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ 90% പേര് സ്റ്റാൻഡേർഡ് പോഴത്തികളാണ്. എന്താ കാര്യം എന്നറിയാമോ? എന്തെങ്കിലും ഭർത്താവിനെ കുറിച്ച് സംശയം തോന്നിയ ഉടനെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി ശാരീരിക ബന്ധത്തിന് സ്റ്റോപ്പ് പേയ്മെൻ്റ് അടിക്കും, ശാരീരിക ബന്ധം നിർത്തിവെക്കും. മണ്ടത്തരമില്ല, അതിനേക്കാൾ വലിയ മണ്ടത്തരമുണ്ട്. അത് ബുദ്ധിയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ സമ്മതിക്കത്തില്ല. ചില പൊട്ടി പെണ്ണുങ്ങൾ ശാരീരിക ബന്ധം ഉടനെ സ്റ്റോപ്പ് ചെയ്ത് കളയും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്, ഒരിക്കലും ചെയ്യരുത്. കാര്യം ഈ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി വെച്ചിരിക്കുന്ന സംഭവമാണത്. അതിൻ്റെ അകത്ത് സെക്സ് മാത്രമല്ലേ ഉള്ളത്, അതിൻ്റെ അകത്ത് വേറെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, ഒരിക്കലും നമ്മൾ ഗൾഫിലുള്ള വൈഫിനോട് ഹസ്ബൻഡിനോട് ഒരിക്കലും നമ്മൾ ഒരു പരിധി വിട്ട് കയർത്ത് സംസാരിക്കരുത്. പ്രത്യേകിച്ച് പഴയ ആൾക്കാരോട് സംസാരിക്കാം, പുതിയ ആൾക്കാരോട് നമ്മൾ സംസാരിക്കരുത്. ഒരു 40 വയസ്സ് താഴെയുള്ളവരോട് സംസാരിക്കരുത്, കയർത്ത് സംസാരിക്കരുത്. ചിലപ്പോൾ അവിടെ നിന്ന് മണ്ടത്തരം കാണിച്ച് കാണുവർ. ചില പൈസ ആയിരിക്കുക, അതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാകുകയോ കല്യാണത്തിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മൾ തെറി പറയുക, തോന്നിയവാസം പറയുക ചെയ്യും. അതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ തന്തയ്ക്ക് വിളിക്കാൻ തോന്നിയവാസം പറയുക ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ കൈവിട്ട സൂത്രമാണ്. ഞാൻ പറഞ്ഞ അമ്മമാർക്ക് പോലും ഒരു പരിധി കഴിഞ്ഞാൽ ഇവർ ഈ നമ്മുടെ സംസ്ഥാനം വിട്ടു പോയവരടുത്ത് പോയതാണത്. അതവരെ സംരക്ഷിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ അമ്മയല്ല. അവിടെ അമ്മയ്ക്കൊരു വിലയൊന്നും ഇല്ല. വില ആർക്കാണ് വിലയെന്ന്? നമ്മളൊരു പനി വന്നു, പനി വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു പാരസെറ്റമോൾ തരണത് ആരാണ്? അവരാണ് നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്. വേറെ അത് വലിയ വലിയ വിശേഷമൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ പൊന്നു തന്നല്ല നിന്നെ വിട്ടത്, ആനയാണല്ല കൂനിയാണെന്നൊക്കെ ഇപ്പോൾ ഫോണിൽ സംസാരിക്കാമെന്നല്ലാതെ അതൊക്കെ അവർ ശരിയാണ് ശരിയാണ് ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ ദേവൻ്റെ അമ്മ, ദേവൻ നീ മിണ്ടായിട്ട് നിനക്ക് ബോധിയല്ലേ, എനിക്ക് വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ ഭയങ്കര സുന്ദരൻ ഡയലോഗ് അരക്കി തെച്ചതൊക്കെ പറയും. ഒരു കഥയുമില്ല. നിങ്ങൾ ഉടക്കാൻ നിൽക്കരുത്, സ്നേഹിക്കാൻ നിൽക്കാവും. മലയാളി ഇനിയുള്ള കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ജനിച്ചത് ഇവിടെയും ജീവിക്കണത് വേറെ എവിടെയെങ്കിലാണ്. നമ്മുടെ മക്കൾ പോലും തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് സംസാരത്തിലൊക്കെ വളരെ പാകത. കർത്താവ് ഇതൊക്കെ ഈ ബൈബിൾ പറയുമ്പോൾ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്ന് പറയുമ്പോൾ മലയാളിക്കാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്ന സംഭവം. ഈ കാര്യം ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാം ഇപ്പം നമ്മളിതിനെ മക്കളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ OIT എഴുതാൻ പോയി. അപ്പോൾ ഇന്നലെ വന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, അച്ഛാ ഞാൻ IELTS എഴുതണം OIT എഴുതണം. ഞാൻ പറഞ്ഞ മകളെ എന്താ വ്യത്യാസം?
ഇപ്പോൾ IELTS ആണെങ്കിൽ വെച്ചാൽ പൈസ കുറവ് മതി, OELTക്ക് പൈസ കൂടുതൽ വേണം. പക്ഷേ OELTക്ക് ആണെങ്കിൽ പിന്നീട് ഒരു വിഷയം പോയാൽ നമുക്ക് പാച്ചപ്പ് ചെയ്തെടുക്കാം. IELTSന് പോയാൽ 1 പോയാൽ 4 പിന്നെ എഴുതണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഉടനെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മെസ്സേജ് എടുക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് മെസ്സേജ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ മെസ്സേജ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് പരിപാടി. ഇവിടെ പ്രേക്ഷിതർക്ക് മാത്രമേ മെസ്സേജ് എടുക്കത്തുള്ളൂ, വെറുതെ മെസ്സേജ് എടുക്കത്തില്ല. ഇപ്പോൾ തപസ് ചെയ്താൽ നിങ്ങൾ ഓക്കെ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് ഉണ്ടാകണം. കർത്താവിൻ്റെ ആളാണെന്നില്ലെന്ന് അച്ഛനെ അറിയണം. അതായത് ഈശ്വരൻ അറിയാത്തവരെ നിങ്ങൾ അറിയിച്ചത്, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി കൃപാസനത്തിലുള്ള പത്രമാണ്. ആ പത്രം വാങ്ങിച്ച് സ്വന്തം നിരക്ക് തന്നെ അക്രൈസ്തവർക്ക് വിതരണം ചെയ്യണം. പ്രാർത്ഥിച്ച് വിതരണം ചെയ്തിട്ട് അവർ പ്രാർത്ഥനയ്ക്ക് വരണം. അവർ വരണ്ടെന്ന് നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല. അവർ കർത്താവ് അനുവദിക്കുന്നത് വന്നോളും. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം കറക്റ്റാണെങ്കിൽ കാർഡ് കാണിച്ചാൽ മതി. ഈ തപസ്സിൻ്റെ കാർഡും തപസ്സിൻ്റെ ബാഡ്ജ് കളയരുത്. തപസ്സിൻ്റെ ബാഡ്ജ് കണ്ട് പോയാൽ പിന്നെ നമുക്കുള്ളത് ഉടമ്പടി പ്രാർത്ഥനയേ ഉള്ളൂ. കാര്യം ഈ ഉടമ്പടി പ്രാർത്ഥന തപസ്സിൻ്റെ ഈ ബാഡ്ജിന് 3 മാസത്തെ ഗ്യാരണ്ടി ഉണ്ട്, ഡേറ്റ് ഉണ്ട് അതിന്മേ. ആ 3 മാസത്തെ ഗ്യാരണ്ടി ആകുമ്പോൾ അത് കളയും, അത് മാറ്റും. അത് വെച്ച് പിന്നെ അച്ഛനെ കാണാൻ പറ്റത്തില്ല. അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെച്ചിട്ട് പത്രത്തിൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. പത്രത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനം പറയും, എപ്പോഴാണ് വരേണ്ടതെന്ന് പറയും. പണ്ടൊക്കെ ഭയങ്കര പാടായിരുന്നു, 3 മാസം 2 മാസം കഴിഞ്ഞിട്ട്. കാര്യം 900 പേര് ഈ 400 പത്രത്തിൻ്റെ കാർഡ് എടുത്തിട്ട് 900 പേര് ലൈനിൽ കിടക്കുകയാണ്. ആ പുതിയ ആൾക്കാരൊന്നും എടുക്കാൻ നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടായാലും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എടുക്കുന്നുണ്ട്, ഒരു പ്രത്യേക രീതിയിൽ എടുക്കുന്നുണ്ട്. അതായത് കുറച്ച് സീനിയേഴ്സ് സമയം കൂടുതൽ കൊടുക്കും, പക്ഷെ മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതിരിക്കത്തില്ല. അവരെ കണ്ട് കാര്യം കേട്ടാലും മെസ്സേജ് എടുക്കേണ്ട കേസാണ്, മെസ്സേജ് എടുത്ത് കൊടുക്കേണ്ട കേസാണ്. ചില ആൾക്കാർ നമ്മൾക്ക് കൊടുത്തില്ലെങ്കിൽ അവർ വല്ല മണ്ടത്തരം കാണിച്ച് പിന്നെയും നഷ്ടത്തിൽ വരും, പിന്നെയും കഷ്ടത്തിലായി പോകും. കൊടുക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രേക്ഷിതരാണെന്ന് ബോധ്യം ഉണ്ടാകണം. ഇപ്പം ഇവിടെ ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ പോയി ഉടനെ 100 പത്രം എടുത്തുകൊണ്ട് വരും, കാണത്തില്ല. കാര്യം ഡേറ്റ് ഇട്ടാണ് പത്രം കൊടുക്കുന്നത്. എന്നാണ് ആ പത്രം ഇഷ്യൂ ചെയ്തത്, ആ പത്രത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ഡേറ്റാണ് ഇഷ്യൂ ചെയ്തതെന്ന്. ജനുവരി മാസമൊന്നുമാണ്, പക്ഷേ ജനുവരി മാസം എന്ന് പറഞ്ഞാൽ 12 അടിച്ചു വെക്കും അതിനകത്ത്. എന്താ വെച്ചാൽ ആ പത്രം പോയാൽ കൊടുത്തു തീർക്കാനുള്ള സമയമുണ്ട്. അത് ഈ വ്യക്തി തന്നെ നിന്ന് കൊടുത്ത് പള്ളി ആൾക്കാർക്ക് കൊടുത്ത് വിതരണം ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ആ പ്രവർത്തനം ചെയ്ത് വരുമ്പോൾ ഇവിടെ എടുക്കും. രാവിലെ 7 മണിക്ക് വരുമ്പോൾ തന്നെ ആ വരുന്നവരെ 8 മണിക്കാണ് ചീട്ട് കൊടുക്കുന്നത്. കുർബാന കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ബുധനാഴ്ചയും കൊടുക്കും. 8 മണിക്ക് ചീട്ട് ഇഷ്യൂ ചെയ്യും. ഇട്ട് വെച്ചാൽ അപ്പം കുർബാനയ്ക്കുള്ളവർക്ക് ഇഷ്യൂ ചെയ്യണത്. വെച്ചാൽ എമർജൻസി ഉള്ളവർ മാത്രമല്ല രാവിലെ വരത്തുള്ളൂ, എമർജൻസി ഇല്ലാത്തവർ വരത്തില്ല. ഇപ്പോൾ എമർജൻസി ഉള്ളവർ എടുക്കാൻ വേണ്ടിയാണ് രാവിലെ ടൈം വെക്കണത്. അപ്പോൾ ആൾക്കാർ 12 മണിക്കൊക്കെ എഴുന്നേറ്റാണ് വന്നിട്ട്. ഞാൻ വരുമ്പോൾ രാത്രി 1 മണിക്ക് ഒരുത്തം കിടപ്പുണ്ടായിരുന്നു സ്റ്റേജ്. എന്താ എമർജൻസിയാണത്. അല്ലാതെ അങ്കിളിനെയും കണ്ട് ആൻറ്റിനെയും കണ്ട് ഊണും കഴിച്ച് ആശുപത്രിയിലും പോയി കറങ്ങിത്തിരിഞ്ഞ് കരടചാരി അടച്ചൊക്കെ വരും. ആ സ്ഥാനത്തൊന്നും എടുക്കത്തില്ല. കാര്യം മെസ്സേജ് ആകത്തില്ല അവർക്ക് വേണ്ടി. കാര്യം അവർക്ക് ഇമർജൻസി ഇല്ല. എമർജൻസി ഉള്ള എല്ലാവരെയും ഞാൻ സഹായിക്കും. കാര്യം എമർജൻസി, അതുകൊണ്ടാണ് ടൈം വെച്ചിരിക്കണം. ആ ടൈമിന് തന്നെ നമ്പർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ ആരും ഒന്നും എടുക്കത്തില്ല. 8 മണി തൊട്ട് 8:30 തൊട്ട് 8:30 വരെയാണ് ടൈം കൊടുക്കുന്നത്. ആ ടൈമിൽ നിങ്ങൾ വന്ന് നമ്പർ എടുത്തു കഴിഞ്ഞാൽ സന്ധ്യ ആയപ്പോഴും ആൾക്കാർ ഞാൻ കാണും. സന്ധ്യയാകും ചിലപ്പോൾ അവസാനത്തെ ആൾക്കാർ പോകുമ്പോൾ, എന്നാലും കാണാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. മെസ്സേജ് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പണ്ട് തപസ്സാർക്ക് ഇല്ലായിരുന്നു മെസ്സേജ്, ഈ ഉടമ്പടിക്കാർക്ക് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഈ തപസ് ഭയങ്കര പവറായത് കാരണം ഇതിന് 3 മാസം വരെ ഇതിൻ്റെ ഗ്യാരണ്ടി നിൽക്കും. കാര്യം ഇതിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകും. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഉടമ്പടി എടുത്താൽ മതി. ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു വിഷയമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്ത് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 20 കൊല്ലം ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെയാണ് മാതാവ് അപ്പം തന്നെ ടേക്കപ്പ് ചെയ്യണത്. എപ്പം തന്നെ ലൈറ്റ്നിങ് സ്പീഡിൽ ടേക്കപ്പ് ചെയ്യും. കാര്യം അത് അമ്മ നമ്മളോട് പറഞ്ഞിട്ടാണല്ലോ ഉടമ്പടി നമ്മൾ ചെയ്യണത്. അമ്മ തന്ന പ്രാർത്ഥന ഉണ്ടല്ലോ. 1 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 1 കൊല്ലം 5000 പേര് പ്രാർത്ഥിച്ചിട്ട് 5000 പേരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഉടമ്പടി വരണത്. ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങൾ, നിവൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ഡയറക്റ്റ് സഞ്ചരിച്ച് വേണമെങ്കിൽ കൂടെ വരും വന്ന് ചെയ്യണ കാര്യങ്ങളാണത്. ഇപ്പോൾ തപസ്സിപ്പോൾ തന്നെ ഇന്നലെ തന്നെ തപസ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലായില്ലേ? നമ്മളെ 3 ദിവസം പോലും ആഴ്ചയില്ല ഇവിടെ. അതിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കണം.
ഇതെല്ലാം അമ്മയുടെ പവറിലാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തപസ്സിനോട് നിങ്ങൾ ആത്മാർത്ഥമാണ്. തപസ് എന്ന് പറയുന്നത് ഉടമ്പടിയല്ല. ഉടമ്പടി മുഴുവൻ ബേസ് ചെയ്തിരിക്കുന്നത് അനുഗ്രഹത്തെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. തപസ് കൃപയെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാണ്. ഇപ്പം അപ്പം നിങ്ങൾ ഉടമ്പടി പോരാ, തപസ് മസ്റ്റാണ്. കാര്യം ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് അനുഗ്രഹം, ഫിസിക്കൽ ഫേവേഴ്സാണ്. തപസ് അതിനല്ല. തപസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നത്തെ കാലത്ത് ഇഷ്ടമുള്ള വിഷയത്തിലാണ് തപസ് ചെയ്തിരിക്കുന്നത്. അത് കൃപയിലാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം പൗലോസ് അപ്പോസ്തലന് എന്നാ പറ്റിയേ? അൾസർ വന്ന്, ഗ്യാസ്ട്രിക് അൾസർ, കുടലേക്ക് കയറണ പഴുക്കണ പുണ്ണാകണ അസുഖം വന്ന്. അപ്പം അതൊക്കെ കരച്ചിലായി. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വയറ് വന്ന് തട്ടി വീർത്തിട്ട് കുടലിട്ട് സൂചി കൊണ്ട് കുത്തണ പോലെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് തലക്ക് പോയിച്ചിൽ വരണ്ടേ. അപ്പോൾ ആളിങ്ങനെ കുമ്പിട്ട് പല പ്രാവശ്യം ഇരിക്കും. അപ്പോൾ ലൂക്ക ചോദിക്കും, എന്നാ പറ്റി? എന്നാ പറയും, എനിക്കിപ്പോൾ അൾസറാ, ഈ പിശാസിൻ്റെ ഈ ദൂതൻ എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയും ഇത് വിട്ടുമാറാൻ വേണ്ടി കർത്താവിനോട് കണ്ണുനീരോട് ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഞാൻ കെട്ടിയിട്ടില്ലെന്ന് അവനെ അറിയാം, എനിക്ക് പിള്ളേരില്ലെന്നറിയാം, ഞാൻ അവന് വേണ്ടി മാത്രം ജീവിക്കുന്നുണ്ട് പറഞ്ഞിട്ടും അവൻ ഈ ഇത് അൾസറ് മാറ്റണില്ലല്ല. എനിക്ക് ഭയങ്കര വിഷമാണ് ലൂക്ക. ഇവനിങ്ങനെ പറയുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ കുടിഞ്ഞ് താഴേക്ക് പോയപ്പോൾ ആൾ തലപ്പോച്ചിൽ വന്നിരുന്ന് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞ് ലൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ലൂക്ക വാഹ വിളിച്ച് തലപ്പോച്ചിൽ വന്ന് ഒടിഞ്ഞു മടങ്ങിയിരുന്ന ആൾ ഇരുന്നിട്ട് എഴുതാൻ പറയാനാ. എന്തെഴുതാനാ? അപ്പോൾ ഈ ലേഖനമെല്ലാം എഴുതിയെങ്കിൽ ലൂക്കയാണല്ലോ എഴുതിയിരിക്കുന്നത്. ലൂക്കയാണ് പൗലോസിൻ്റെ എല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൂക്ക പറഞ്ഞു, ലൂക്ക ഞാനിപ്പോൾ ഒരു സംഭവം കണ്ടു കേട്ടാ. എന്താണ് അങ്ങ് കണ്ടത്? ലൂക്ക എനിക്ക് അൾസർ വന്ന് ഞാനിങ്ങനെ തലപ്പോച്ചിലിരിക്കുകയല്ലേ. അപ്പോൾ ഈശോ എന്നെ കുരിച്ച് കാണിച്ച് എന്നിട്ട് പറഞ്ഞ് നിനക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വമാടാ, നീ ഇത് ഓർക്കണം. അപ്പം നിൻ്റെ അൾസർ ചെറിയ കാര്യം പോലെ നിനക്ക് തോന്നിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ലൂക്ക ഉടനെ ലൂക്ക പറഞ്ഞ് ലൂക്ക റൈറ്റ് ഡൗൺ. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണെന്ന്. ഭയങ്കര അത് ഒരു 9 കൊല്ലം മുമ്പാണ് ഞാൻ ഈ ദർശനം കണ്ടത്. അന്ന് ഞാൻ മാസത്തിൽ ലഹരി പിടിച്ചു പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കയും പൗലോസും ഒരു നിലാവെട്ടത്ത് നടന്നെഴുതുകയാണ്. അതാണ് ദർശനം. എടുത്ത സമയത്താണ് ഈ മനുഷ്യനിൽ അൾസർ വന്ന് കുത്തി താഴെ വീണത്. താഴെ വീണിട്ട് പുകഞ്ഞോടെ ഇരിക്കുക, ബോധക്കേടായിപ്പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ലൂക്കായോട് എഴുതാൻ പറയും. 8:18, അതാ റോമ 8:18 വന്നല്ലേ, നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വം. ഈ തപസ്സൊക്കെ ലാൻഡ് ചെയ്യുന്ന വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തിലാണ്. നമ്മൾ വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ, ഇന്നത്തെ അൾസർ, ഈ പിശാചിൻ്റെ ദൂതനെ വിട്ടുപോകാൻ വേണ്ടി കണ്ണുനീരോടെ ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് കരഞ്ഞു പറഞ്ഞപ്പോഴേ കർത്താവ് എന്നോട് തിരിഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്ക് ഈ അൾസറിൻ്റെ വേദന ഉണ്ട്, പക്ഷേ നിനക്കെൻ്റെ കൃപ മതിയെന്ന്. അൾസറിൻ്റെ വേദനയായാലും ക്യാൻസറിൻ്റെ വേദനയായാലും കടമായാലും എല്ലാത്തിനും അതിജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ഒറ്റമൂലിയാണ് കർത്താവിൻ്റെ കൃപ. ദൈവത്തിനോടനെ എന്നിട്ട് പറയും, നിനക്കെൻ്റെ കൃപ മതി. അതാണ് 2 കൊറിന്തോസിൻ്റെ 12:10 നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊറിന്തോസിൻ്റെ 12:9. അതായത് എന്താണ് പറയണത്? അതായത് യേശുക്രിസ്തുവിൻ്റെ ശക്തി നമ്മിലേക്ക് ആവഹിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ ശക്തി നമ്മിലേക്ക് ആവഹിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് സ്തുതിക്കും. ഇത് എപ്പോഴാണ് ഈ വചനം വരണത്? ഈ മനുഷ്യൻ അൾസറടിച്ച് തല പുകഞ്ഞ് താഴെ വീണതിന് ശേഷമാണ് പൊങ്ങിയിട്ടിത് പറയണത്. എന്താണ് പറയണത്? കർത്താവ് പറഞ്ഞു കൊടുത്ത്, കർത്താവേ എത്ര നാളാണ് ഞാൻ ഈ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോഴവരോട് പറയും, എടാ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രോഗമുണ്ടായിട്ടും മനുഷ്യനുണ്ടായിട്ടും നിനക്ക് മാത്രമല്ല അൾസർ വന്നിരിക്കുന്നത്. ഓരോ തലമുറകളും ആയിരങ്ങൾക്ക് അൾസർ വന്നിട്ടുണ്ട്. അൾസർ വന്ന് ഒത്തിരി പേര് മരിച്ചും പോയിട്ടുണ്ട്. അവരോട് ആരോടും പറയാത്ത രഹസ്യം നിൻ്റെ ചെവി ഞാൻ പറയാം. ഞാൻ നിൻ്റെ അൾസർ എടുത്ത് മാറ്റത്തില്ല, പക്ഷെ അൾസർ വെച്ച് ഞാനൊരു കളി കളിക്കും. എന്താ? എൻ്റെ കൃപ ഇതിലൂടെ ഞാൻ നിനക്ക് തരും. കാര്യം അത് നിനക്ക് മതിയാവും, ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അമിതബലം വരുന്നേ എന്ന് സാന്ത്വനമായി നടത്താം. അമിതബലം വരുന്നേ എന്ന് സാന്ത്വനമായി നടത്താം. കൃപകളുടെ കൃപകളുടെ അതിന് പകർന്നിടുക. ഈ ഭൂമിയിലും യാത്രയിൽ ഈ ഭൂമിയിലും യാത്രയിൽ സാഗരമേ സുഖക്കുടുംബയിലേറുമ്പോ സാഗരമേ സുഖക്കുടുംബയിലേറുമ്പോ മേഘത്തിൽ തടവരുളേ എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൽ തടവരുളേ എന്നെ സാന്ത്വനമായി നടത്താം. കൃപകളുടെ കൃപകളുടെ അവനെ പകർന്നിടുക. ഈ ഭൂമിയിലും
സ്നേഹിതരും വെറുക്കി മറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കി സ്നേഹത്തിനാഴമതിൽ ഞാനും വിമക്തനായി തീർന്നിരുന്നേ സ്നേഹത്തിനാഴമതിൽ ഞാനും വിമക്തനായി തീർന്നിരുന്നേ കൃപയരുക കൃപയരുക തകർന്നിരുക ഈ ഭൂമിയിലൻ യാത്രയിൽ നിനക്ക് പോരുക ഈ ഭൂമിയിലൻ യാത്രയിൽ നിനക്ക് പോരുക സാഗരമേ ശോകത്തോടുമയിലേറിടുമ്പോ സാഗരമേ ശോകത്തോടുമയിലേറിടുമ്പോ മേഘത്തിൽ തളരുമേ എന്നെ സാന്ത്വനമായി നടത്താം മേഘത്തിൽ തളരുമേ എന്നെ സാന്ത്വനമായി കൈയുയർത്തിച്ചുകൊണ്ട് കൃപയരുക കൃപയരുക അവന്റെ പകർന്നിരുക ഈ ഭൂമിയിലൻ യാത്രയിൽ കൃപയരുക ഈ ഭൂമിയിലൻ യാത്രയിൽ കൃപയരുക കരുണയിൽ സാഗരമേ ചോടക്കോടുമയിലേറിടുമ്പോ കരുണയിൽ സാഗരമേ ചോടക്കോടുമയിലേറിടുമ്പോ മേഘത്തിൽ തളരുമേ എന്റെ സാന്ത്വനമായി നടത്താം മേഘത്തിൽ തളരുമേ എന്നെ സാന്ത്വനമായി നടത്താം കരുണയിൽ സാഗരമേ കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൽ തളരുമേ എന്നെ സാന്ത്വനമായി നടത്താം മേഘത്തിൽ തളരുമേ എന്നെ സാന്ത്വനമായി നടത്താം കൃപയരുമേ കൃപയരുമേ അവന്റെ പകർന്നിടുക നീ ഭൂമിയിലൻ യാത്രയിൽ നിങ്ങൾ ഈ പാടുമ്പോഴൊക്കെ ഉണ്ടല്ലോ മക്കളെ, എവിടെ ഇരുന്നാലും അകലങ്ങളിരിക്കുന്ന മക്കളോടും പറയുകയാണ്, ദൂരത്തിരുന്ന ഈ പ്രോഗ്രാം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടും പറയുകയാണ്, പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ആംഗ്യഭാഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ശരീരഭാഷയാക്കി മാറ്റണം. അപ്പം നമ്മൾ കൃപയരുളുക എന്ന് പറയുമ്പോൾ നമ്മൾ നെഞ്ചത്ത് വെക്കണം, കർത്താവേ ഇപ്പം എനിക്ക് കൃപ തരണം. കാരണം നമ്മൾ ചോദിക്കാത്ത കൊണ്ട് ഇങ്ങനെ പാട്ട് പോലെ പാടുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് പാട്ട് അഭിഷേകം കുറഞ്ഞു വരുന്നത്. കണ്ണുനീരോടെ നമ്മൾക്ക് തോന്നണം, എൻ്റെ ആത്മാവ് ഇപ്പോൾ അവാച്യമായ നെടുവീർപ്പിനാൽ കർത്താവിനെ അന്വേഷിക്കുകയാണ്. ഞാൻ അന്വേഷിച്ച കർത്താവ് എന്നെ തിരക്കി എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ കർത്താവ് തൊടും, ഞാൻ അകപ്പടെ മാറും, എനിക്ക് ശക്തി ലഭിക്കുമെന്ന്. കാര്യം കൃപയെന്ന് പറയുന്നത് ശക്തിയാണല്ലോ. കൃപ ഇപ്പോൾ പൗലോസപ്പോസ്തലൻ പറയുന്നത് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് പറയും, എന്തെന്നാൽ ഉടനെ എന്താ പറഞ്ഞത്, നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയാം എന്താ, 2 കൊരിന്ത്യർ 12:9, 12:10 എന്താ പറയണത്, എന്തെന്നാൽ എന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ്. ഒന്ന് ശ്രദ്ധിച്ച ആ വാക്കുകളെല്ലാം. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പൊ നിനക്ക് എന്റെ കൃപ മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താണ്, എന്തെന്നാൽ. കാര്യം എന്താണ്, കൃപ മതി എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ? കാരണം എന്താണ്, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അപ്പൊ അവിടെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ, കൃപ. കൃപയ്ക്ക് പകരം ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താ, ശക്തി എന്നാണ്. അതാണ് ഇന്ന് അച്ഛൻ പറഞ്ഞത്,
കറണ്ട് വേറെ, കാറ്റ് വേറെ. കാറ്റ് അനുഗ്രഹവും കറണ്ട് കൃപയുമാണെന്ന് പറയും. അപ്പം ശക്തിയാണ്. ഇപ്പം നമുക്ക് തലപ്പെട്ട വാചകം ആദ്യ വാചകം കിട്ടിയത് എന്താണ്? ആ കർത്താവിൻ്റെ ശക്തി 5:17 ലൂക്കാ സുവിശേഷത്തിലൂടെ ആ വ്യക്തിയിലേക്ക് പ്രവേശിച്ചില്ലേ? അതന്നെയല്ലേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഒത്തിരി പേര് ഇവിടെ നിന്ന് ഈ ആദ്യ ചൊവ്വാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചകളും ഇവിടെ ഭയങ്കര തിക്കലാണ്. ആദ്യ ഞായറാഴ്ചയും ഉടമ്പടി ഇപ്പം ധ്യാനമുള്ള ദിവസം. അപ്പോൾ ഈ ഉടമ്പടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പും ഇവിടെ അടയാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും എണ്ണത്തിൽ പെരുകിയിട്ടില്ലായിരുന്നു. ക്വാളിറ്റിയും ഇപ്പോൾ വന്ന അത്രയും ക്വാളിറ്റിയും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഒരു സ്ത്രീ സാക്ഷ്യം പറഞ്ഞത്, കുർബാനയുമായിട്ട് ഞാൻ തിരിച്ചടക്കാൻ പോവുകയാണ്. ആരാധന കഴിഞ്ഞിട്ട് കുർബാന ഞാൻ തിരിച്ചു കൊണ്ടുപോയി അടക്കം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ഇവർ പെടച്ചതിൽ താഴെ വീണ്. അപ്പം ഞാനോട് ഈ കർത്താവിനെ തൊടാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ഏന്തി നിൽക്കുമ്പോൾ ചില ആൾക്കാർ, അപ്പം എനിക്കിങ്ങനെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോവുകയല്ലേ. നിൽക്കണമെങ്കിൽ ആൾക്കാരെ പൊതിഞ്ഞ് പിന്നെ ഒരിക്കലും വിടത്തില്ല. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കണം, ഇവർക്ക് ഏന്തിയിട്ട് കിട്ടാത്തവരൊക്കെ വീഴും. അപ്പം ഞാൻ അങ്ങനെ ഒരു ചെടുത്ത് പിടച്ചേരി താഴെ ഞാനവിടുത്തെ എന്ത് കഷ്ടമായിപ്പോയി. അപ്പം അവരെഴുന്നേൽപ്പിച്ച് വിട്ട് അതിൻ്റെ കൂടെ വേണ്ടി അറിഞ്ഞവർ. പക്ഷേ അവർ ഇങ്ങനെ ഏന്തിയിട്ട് കിട്ടാതെ വീണതല്ല. കർത്താവ് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റടിച്ച് ഇവർക്ക് കാറ്റടിച്ചുകൊണ്ട് ഇവിടെ കരയാൻ തുടങ്ങി. കാര്യം അവിടെ നെഞ്ചത്തടിക്കണ പോലെ അടിച്ചതാണ്, പവർ അടിച്ച്. എന്താ കരയാൻ തുടങ്ങിയെന്നറിയാവോ? അവള് ബൈബിളിൽ പറഞ്ഞ രോഗിയായിരുന്നു, രക്തസ്രാവ രോഗി. കുറേ വർഷങ്ങളായിട്ട് രക്തസ്രാവമാണ്. ആ സെക്കൻഡിന് കർത്താവ് കടന്നുപോയി. ആ സെക്കൻഡിന് കാര്യം ഇവളുടെ സങ്കടം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരിയേറെ സന്ദേശം കിട്ടിയപ്പോൾ അവളുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ അവൾ കർത്താവെ നീ എന്നെ ഉപേക്ഷിച്ച് പോയടാന്ന് മനസ്സിൽ തോർത്തതേ ഉള്ളൂ. അടിച്ചു തല്ലി വീണ് സാധനം. പിന്നെ അവൾക്ക് പിറ്റേ ആഴ്ച സാക്ഷ്യം പറഞ്ഞു, അന്ന് എത്രയോ വർഷങ്ങളായ രക്തസ്രാവമാണ്. അപ്പം നിലച്ച്. അതെന്താ? അത് ബൈബിളിൽ പറയുന്ന കർത്താവിൻ്റെ ശക്തി. കർത്താവിൻ്റെ ശക്തി, ഈ ശക്തി നമ്മളിലേക്കാണ് വരണത്. ഇപ്പം നിങ്ങൾ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം കാണാം. പക്ഷെ കൃപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കാര്യം കാണാൻ പറ്റും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കർത്താവിൻ്റെ പ്രവർത്തകരായിട്ട് മാറും. കർത്താവിൻ്റെ പ്രവർത്തകരായി ഇപ്പം ഞങ്ങളെയൊക്കെ ഒരിക്കലും കർത്താവിന് അതായത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഫുൾ ടൈം പ്രവർത്തകരാ. അപ്പം നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് സാധാരണ പ്രാരംഭ ധ്യാനമുണ്ട്, വളർച്ചാ ധ്യാനമുണ്ട്, പ്രാർത്ഥാനുഭവ ധ്യാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെന്നല്ലാതെ കർത്താവിന് ഗുണമുണ്ടാകത്തില്ല. കൃപാവര ധ്യാനം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളെന്ന് വിചാരിച്ച കർത്താവിനോട് പറഞ്ഞ, കർത്താവേ കൃപ എനിക്ക് വേണം. എന്താ? എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാനും സാക്ഷ്യം ഞാൻ വഴി ഒത്തിരി പേര് നിന്നെ അറിയാൻ വേണ്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ കൃപ ചോദിക്കും, ചുമ്മാ കൃപ ചോദിച്ചാൽ ഉടനെ ചോദിക്കും ഫോർ വാട്ട്. കാര്യം കൃപയെന്ന് പറഞ്ഞ ആൾ ഒത്തിരിയേറെ ആളിൻ്റെ ശാരീരിക മാനസിക സംഘർഷത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒക്കെ ആകത്തുകയിൽ നിന്നാണ് പിതാവ് പ്രസാദിച്ചാണ് തരുന്നത് കൃപ. ഈ ബലിയിൽ പിതാവ് പ്രസാദിക്കും. അതുകൊണ്ടാണ് ഈ 12:18 മത്തായിയുടെ സുവിശേഷത്തിലെ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും, അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് എൻ്റെ, അതായത് ഈ പിതാവിൻ്റെ പ്രസാദത്തിൽ വരുമ്പോൾ പിതാവ് പ്രസാദിച്ച എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൃപ കിട്ടും. ഈ കൃപ കിട്ടാനുള്ള ഡൈനാമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവ് പ്രസാദിക്കണം. പിതാവ് പ്രസാദിക്കണമെങ്കിലുള്ള എളുപ്പവഴി എന്താണെന്നറിയാവോ? ജീസസിനെ ഗ്ലോറിഫൈ ചെയ്യണത് ആരിലും പിതാവ് പ്രസാദിക്കും. ജീസസിനെ മഹത്വപ്പെടുത്തുന്ന ആരും. ഇപ്പം ഞാൻ പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, എന്നെ കർത്താവ് വിട്ടു പോകത്തില്ല ഈ പെട്ടെന്ന്. എന്താ കാര്യം? ഞാൻ അച്ഛനാകണേ മുമ്പ് പോലും ഏത് ചെളിയിലൂടെയാണ് നടക്കണമെന്നുണ്ടെങ്കിലും ദുർകുർബാന പോണത് കണ്ട ആ തെങ്ങിൻ്റെ തടത്തിൽ മുട്ടി നിൽക്കും. വീട്ടിൽ പോയി കഴുകും. അമ്മ വഴക്കിടും, നീ എന്താ അങ്ങനെ ചെയ്തത്?
മാറി നിന്ന്, അതായത് ഇത് പൊക്കിയിട്ട് ഉടുപ്പ് പൊക്കിയിട്ട് പാൻസ് കൊണ്ട് മുട്ട കുത്തിയാൽ മൗരാഞ്ഞെന്നൊക്കെ ചോദിക്കും. അമ്മ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഉത്തരം പറയത്തില്ല, യേശു നോയും പറയത്തില്ല. കാര്യം നമുക്കല്ലേ നമ്മുടെ കർത്താവിനെ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഉടുപ്പ് ചെളി പറ്റിയിരിക്കുന്നത് കർത്താവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താ പറയണത്? നമ്മൾ അവൻ്റെ മഹത്വപ്പെടുത്തുകയാണ്. ആര്? എല്ലാവരുടെയും മുമ്പിൽ. കർത്താവ് പോണ കാണുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു കളയും. ഇപ്പം ആശുപത്രിയിലൊക്കെ നമുക്ക് കുർബാന കൊണ്ട് പോകത്തില്ലേ? കുർബാന അപ്പം രോഗിനെ നോക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരൊക്കെ ആശുപത്രിയിലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നടക്കണതില്ലേ, അവർ കത്തോലിക്കലായിരിക്കും. പക്ഷേ നമ്മൾ കുർബാന കൊണ്ട് ചെല്ലുമ്പോൾ അവരങ്ങോട്ട് എന്നൊക്കെ നിൽക്കുന്നു. ഈ പൊട്ടങ്ങളടിക്കും. ഈ പൊട്ടങ്ങളിനൊക്കെ കാലെ പിടിച്ചിടത്തിലടിക്കും സാധനത്തിന്. എന്താ കാര്യം എന്നറിയാമോ? ഇവള് കർത്താവാണ് പോണെന്നറിഞ്ഞിട്ടും കർത്താവിനെ അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റ് ജാതിക്കാരൊക്കെ ഉണ്ടാകുമല്ലോ, ആരുടെ മുമ്പിൽ ഞാനൊരു വിശ്വാസിയാണെന്നോ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നാട്ടുകാരിയല്ലെന്നും പറഞ്ഞിട്ട് കളിക്കണത്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൊട്ടങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവരെയും അളക്കാൻ പറ്റും, തൂക്കാനും പറ്റും. പക്ഷേ കർത്താവിനെ അളന്നാൽ തിരിച്ചളക്കും. അതാണ് പ്രശ്നം. തിരിച്ചളക്കുന്ന പിന്നെ ഈ പേപ്പട്ടി താങ്ങത്തില്ല. കാര്യം അവൾ കർത്താവിനെ അളക്കണം, അല്ലെങ്കിൽ അവൻ കർത്താവിനെ അളക്കണത് തിരിച്ചളക്കും. കാര്യം ഈശോ അത് എനിക്ക് ഈ വേഷം കെട്ടുണ്ടെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. മനുഷ്യൻ കാര്യം കാണാൻ വേണ്ടിയാണെന്നും കാര്യത്തെടുക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തുമ്പോൾ പോഴങ്ങൾ കളിക്കുമെന്നും എല്ലാം ഈശോക്കറിയാം. അതുകൊണ്ട് ഈശോ ഒരു കാര്യം പറഞ്ഞ്, മനുഷ്യരുടെ മുമ്പിൽ നീ ഏത് ക്രിസ്ത്യാനിയായാലും നീ വലിയ ജാടമൊന്നും പറഞ്ഞിട്ട് സാക്ഷ്യമൊന്നും പറയണ്ട, മര്യാദയ്ക്ക് എന്നെ ഏറ്റു പറയാൻ നോക്കണമെന്ന് പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറഞ്ഞാൽ മാത്രമേ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയത്തുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അത് എന്താ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ, അത് 10:32 കർത്താവിൻ്റെ വചനമല്ലേ? സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 സാഗരം, സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാട്ട് മക്കളെ, നിങ്ങൾ ആ പാട്ടിൻ്റെ ബ്രദർ ഇപ്പം പറഞ്ഞു തരും. എന്നിട്ട് ബ്രദർ പറഞ്ഞു തരുമ്പോൾ ആ പാട്ടൊന്ന് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കേൾക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പാടിയാൽ നമുക്കിതിനുള്ളിൽ തന്നെ അഭിഷേകമാകുക. ആ പാട്ട് നല്ല പാട്ടാണ്. അച്ഛൻ ടി വിയിൽ നിന്ന് എഴുതിയെടുത്ത പാട്ടാണിത്. ടി വിയിൽ നിന്ന് ഞാൻ വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് എഴുതിയെടുത്തതാണ്. പിന്നീട് എൻ്റെ സഹപ്രവർത്തകനാണ് അത് മുഴുവൻ അപ്ലോഡ് ചെയ്ത് എടുത്തത്. നിങ്ങൾ ടി വിയിലൊക്കെ ഇതുപോലെ കാണുമ്പോൾ ഇപ്പോഴുള്ള മൊബൈൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കണം. എഴുതിയെടുക്കാവുന്നവർ എഴുതിയെടുക്കാം. കരുണയിൻ സാഗരമേ, കരുണയിൻ സാഗരമേ, കരുണയിൻ സാഗരമേ, ശോക കൊടുംവെയിലേറിടുമ്പോൾ, ശോക കൊടുംവെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കരുണയിൻ സാഗരമേ, ശോക കൊടുമ്പയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. അടുത്ത വരികൾ. കൃപയരുൾക, കൃപയരുൾക, അളവന്നെ പകർന്നിടുക, അളവന്നെ പകർന്നിടുക. കൃപയരുൾക, കൃപയരുൾക, അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവ കൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവ കൃപ അരുൾക.
വരികൾ പെട്ടെന്ന് എഴുതാം. രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോൾ അമിത ബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. അമിത ബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താം. അതിനടുത്ത വരികൾ ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. സ്നേഹത്തിൻ ആഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുമേ. സ്നേഹത്തിൻ ആഴമതിൽ ഞാനും നിമഗ്നനായി തീർന്നിടുമേ. പാഠം ശ്രദ്ധിക്കുക. കരുണാൻ സാഗരമേ ശോകക്കൂടും വെയിലേറിടുമ്പോൾ ചെന്ന് പാടാം. കരുണാൻ സാഗരമേ ശോകക്കൂടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കരുണാൻ സാഗരമേ ശോകക്കൂടും വെയിലേറിടുമ്പോൾ എല്ലാവരും പാടാം. കരുണാൻ മേഘത്തിൽ എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുൾക അളവല്ലി പകർന്നിടുക. സുവിധ പാഠം. കൃപയരുൾക അളവല്ലി പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയിൽ നമ്മൾ വളരെ ധ്യാനേതാണ്ട് കർത്താവ് വിചാരിക്കുന്ന മർമ്മങ്ങളിലേക്ക് പതുക്കെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വചനങ്ങളുടെ അവസാനം ഈശോ പറഞ്ഞത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്ന് പറഞ്ഞേ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈ കൃപയ്ക്കുണ്ടാകുന്നൊരു ഗുണം അതാണ്. അതായത് ഏറ്റുപറച്ചിൽ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ഈശോനെ അനുഗ്രഹം ഏറ്റുപറയത്തില്ല ഒരിക്കലും. കൃപയാണ് ഏറ്റുപറയാൻ സഹായിക്കുന്നത്. അനുഗ്രഹം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയും, കർത്താവിനെ സഹായിച്ചു എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി വേലയെടുക്കുക എന്നുള്ളത് വേറെയാണ്.
കർത്താവ് നമുക്ക് ഇന്ന സാധനം തന്നു എന്ന് പറയണത് പറയാം, അത് സാക്ഷ്യമായിട്ട് പറയാം. പക്ഷേ കർത്താവിന് വേണ്ടി വേല എടുക്കുക എന്നുള്ളത് വേറെ വിഷയമാണ്. അത് കൃപ വേണം, അനുഗ്രഹം കിട്ടിയാൽ പോരാ. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഇപ്പോൾ 10:32 മത്തായിയുടെ സുവിശേഷം, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ പറഞ്ഞേ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എന്നുവെച്ചാൽ അർത്ഥം എന്താ? അപ്പായുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ മകളാണെന്ന് പറയും, എൻ്റെ മകനാണെന്ന് പറയും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതാണ് ഏറ്റുപറയുമെന്ന് പറയണത്. അപ്പോഴാണ് നമ്മൾ ദൈവമകളായി തീരണ. സത്യം പറഞ്ഞു, നമ്മളിപ്പോൾ ദൈവമകളായിട്ട് പ്രഖ്യാപിക്കാമെങ്കിലേ ഈശോ എപ്പോഴാണ് നമുക്ക് കൺകറൻസ് തരണത്, അപ്പായുടെ മുമ്പിൽ പറയണത്, അപ്പോഴാണ് കറക്റ്റ് നമ്മൾ ദൈവമകളാണെന്ന് പറയണത്, ദൈവമകളാണ് ദൈവമകനാണെന്ന് പറയണത്. അതായത് പാസ്റ്റർമാരെ കൊണ്ട് ചീത്ത തോട്ടി മുക്കി വെച്ചും രക്ഷിക്കപ്പെടുന്നു പറഞ്ഞിട്ട് രക്ഷിക്കപ്പെടുന്നു ഇതില്ല. അതൊക്കെ എല്ലാം കള്ളത്തരങ്ങളാണ്, അതൊക്കെ റാക്കറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ. അവർക്ക് എന്തുമാത്രം കാശ വരണം. ഇത് ലൈവ് പ്രോഗ്രാമാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അറിയണം. ആപത്തത് വീണിക്കണം എല്ലാ കത്തോലിക്കരും കാര്യങ്ങൾ അറിയണം. കാര്യം സമ്പൂർണമായ സഭയിൽ ജീവിക്കാൻ ഇടയായതും എന്തൊക്കെയാണ്? പരിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ, മഹാവിശുദ്ധന്മാർ, എത്ര പേരാണ് ആദ്യകാലങ്ങളിൽ അപ്പോസ്തല സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നത്. ഈ അപ്പോസ്തല സഭയ്ക്കുള്ള കഴിവുകളും കൃപകളും തിരിച്ചറിഞ്ഞിട്ട് അത് ആർജിക്കാതെ വല്ല വഴിയെ പോകണമെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ദശാംശം കൊടുത്ത് അത് എന്തെല്ലാം അതായത് എന്തെല്ലാം അബദ്ധങ്ങളിലാണ് മനുഷ്യൻ വീഴുന്നത്. നമുക്ക് എപ്പോഴാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്? അനന്തരം ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശക്കുന്നവനായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എന്നിട്ട് കർത്താവ് അങ്ങേക്ക് എപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം തന്നത്, എപ്പോഴാണ് അങ്ങയെ ഉടുപ്പിച്ചതെന്ന് പറയുമ്പോൾ ഈ ചെറിയ വിരൽ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതിനാൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ. ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കാൻ പറയുമ്പോൾ അന്ത്യവിധിയിൽ നമ്മൾ ദൈവരാജ്യം കൈവശമാക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടണത്. അല്ല പാസ്റ്റർ പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക പെടത്തില്ല. ഡെഡ് ബോഡി എടുത്ത് വന്നിട്ട് പുള്ളിക്കാരൻ കിടന്ന് കസർത്തനല്ലേ ഇത്. ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കസർക്കം പറഞ്ഞ് ഭാഷാവൃത്തി പ്രാർത്ഥിക്കില്ലേ. ഈ അഭ്യാസങ്ങളൊക്കെ എന്തുമാത്രം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നതാണ്. നിങ്ങൾ ബൈബിൾ 25-35 വചനം നോക്കണം. ഇങ്ങനെയുള്ളവരോട് സംസാരിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ അങ്കിൾ പോയി കാണും, ചിലപ്പോൾ ആൻറ്റി പോയി കാണും, അവർ വശപ്പെട്ട് കർത്താവ് അറിയാൻ പല പോകണമാണ് പാവത്തുങ്ങൾ. പോയി കഴിഞ്ഞാൽ ഈ കൂട് പോലെ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അഭിമാനം കൊണ്ട് തിരിച്ചു വിടത്തില്ല, യവൻ വിടത്തില്ല. കാര്യം നിങ്ങൾ കത്തോലിക്കായിട്ട് ഞങ്ങൾ നിങ്ങളൊക്കെ ദശാംശം ചോദിച്ചു വന്നില്ലല്ലോ, വന്നില്ല. നിങ്ങൾ അതായത് മറ്റൊന്ന് മുട്ടക്ക് വരെ ദശാംശമില്ല വാങ്ങിക്കണത്. പിന്നെ 100,000 ശാപങ്ങൾ. ആരാണ് വരണത്? തിരിച്ചു വരേണ്ടത്. അപ്പോഴും വെച്ച് കാശുണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിരിക്കണ കത്തനൊക്കെ തെളിഞ്ഞില്ലേ. അവൻ്റെ വീട് പോയി ഈ എമ്മാനുവൽ ട്രാം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പോയില്ലേ, എമ്മാനുവൽ എന്ന് പറഞ്ഞ ആൾക്കാർ ചെന്ന് നോക്കണ പേര് പറയണം, അയാൾ മരിച്ചുപോയി. എന്നിട്ട് ഓരോരുത്തരും പാടത്ത് പെട്ടകം ഉണ്ടാക്കി ഉള്ള വീടും സ്ഥലവും വിറ്റ് തുലഞ്ഞ് നശിച്ച് കടമായി അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് ഇപ്പം. എന്തുമാത്രം ആൾക്കാർ പറ്റിക്കപ്പെട്ടത്. എന്നിട്ട് ഈ അച്ഛന്മാരൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് കുഴപ്പം വരണത്. ആധ്യാത്മികതയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കത്തില്ല, അബദ്ധവും പറഞ്ഞു കൊടുക്കത്തില്ല. അങ്ങനെ അതുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ കുറേ ആൾക്കാർ അബദ്ധത്തിൽ വീണു പോയത്. അപ്പം ശ്രദ്ധിക്കണം എൻ്റെ മക്കൾ. എന്നോട് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാനൊരു മരിയൻ പ്രോഫറ്റാണെന്ന് പറയും. പരിശുദ്ധാത്മ എന്നോട് എന്താ പറഞ്ഞിരിക്കണം, മരിയൻ പ്രോഫറ്റെന്ന്. എനിക്കറിയാൻ പറ്റില്ല എന്താ അർത്ഥമെന്ന്. എപ്പോഴും ഞങ്ങൾ മരിയൻ പ്രോഫറ്റ്, അത് അമ്മ മാതാവിൻ്റെ പേരിൽ പ്രവാചക ദൗത്യമാണ് നമ്മൾ ചെയ്യണത്. ഞാൻ അപ്പോസ്റ്റലൊന്നുമല്ല, കാര്യം ഞാൻ ബിഷപ്പായിട്ടല്ല, ബിഷപ്പാണ് അപ്പോസ്റ്റൻ. അപ്പോസ്റ്റലിനാണ് പവർ. പ്രവാചകൻ പോലും അപ്പോസ്റ്റലിൻ്റെ കീഴിൽ നിൽക്കുന്ന ആളാണ്. അപ്പം നമ്മളുകൊണ്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അപ്പോസ്റ്റലന്മാർക്ക് ഇതിനെല്ലാം ഉള്ള തൻ്റെയും കഴിവും കരുത്തും കൃപയും കർത്താവ് കൊടുക്കണം. കാര്യം അപ്പോസ്റ്റലന്മാർക്കാണല്ലോ കർത്താവ് പവർ കൊടുക്കുന്നത്. ഞങ്ങളെല്ലാം അവിടെ പവർ പങ്കുപറ്റിയിട്ട് അതാത് കാലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാ അപ്പോസ്റ്റലന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
അളവിന് പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയുള്ള ഭൂമിയിൽ ഈ ഭൂമിയിൽ യാത്രയിൽ അപ്പോൾ ഈ സൽപ്രവൃത്തികളില്ലേ നമ്മൾ അത് ഈശോയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് കൃപാവര പ്രവൃത്തിയായിട്ട് മാറണത്. ലോകത്തിൽ 2 പ്രവൃത്തി. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവസ്ഥയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞാൻ ഞാൻ ദാഹിക്കുന്ന എനിക്ക് കുടിക്കാൻ തന്നു. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണില്ലേ? ഞാൻ എന്നും പറഞ്ഞാണ് അവിടെ ചെയ്യണം. ആരാണ്? അവരിൽ ഈശോനെ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് കൃപാവര പ്രവൃത്തി. മനസ്സിലായില്ലേ? ഇപ്പോൾ റോട്ടറി ക്ലബ്ബുകാരുണ്ട്, അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബുകാരുണ്ട്, അമൃതാനന്ദമയുണ്ട്, മമ്മൂട്ടിയുണ്ട്. അവരെല്ലാം കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അവരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. മോഹൻലാലും ചെയ്യുന്നുണ്ട്. പറ്റുന്നവരൊക്കെ ഇപ്പം ചിലത് നമ്മൾ അറിയണില്ല, അവരൊന്നും ചെയ്യാത്തവരാണെന്ന് ഞാൻ കരുതണില്ല. പക്ഷേ എന്നാലും അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സൽപ്രവൃത്തികളാണ്, കൃപാവര പ്രവൃത്തിയല്ല. കൃപാവര അമൃതാനന്ദമയി ചെയ്യണത് എന്താണ്? സൽപ്രവൃത്തിയാണ്. സായിബാബ ചെയ്യണത് എന്താണ്? സൽപ്രവൃത്തിയാണ്. പക്ഷെ കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് ഈശോൻ്റെ നാമത്തിൽ ചെയ്യണതാണ്. അതാണ് വ്യത്യാസം. ഇപ്പം സഭയിൽ ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനമൊന്നുമില്ലേ? ഇപ്പം സഭ ഇപ്പം നല്ല വെള്ള ടാങ്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ രൂപതയിൽ നല്ല വെള്ളം, മഴവെള്ളം, റെയിൻ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. മനോരമക്കാരൻ തുള്ളിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യുനെസ്കോയുടെ പോലും അവാർഡ് മേടിച്ചതാണ്. പക്ഷേ ഈ പ്രോഗ്രാം കൊണ്ടുവന്നത് ആലപ്പുഴ ബിഷപ്പാണ്, പീറ്റർ പിതാവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയപ്പോഴാണ് ഈ മഴവെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത് ഹാർവസ്റ്റ് ചെയ്ത് ടാങ്കിലാക്കി അതിനെ ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് പദ്ധതിയായിട്ട് ഇവിടെ കൊണ്ട് നടപ്പിലാക്കിയത്. പക്ഷേ പിതാവിനങ്ങനെ ആരും ഇങ്ങനെ പബ്ലിസിറ്റി ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ആ വർക്ക് പോയി. പക്ഷേ ഞാൻ എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു എന്നുള്ള ജോലിയാണ് ആ മഴവെള്ള ടാങ്കിലൂടെ പിതാവ് ചെയ്തത്. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പിതാവ് ചെയ്ത ആ ജോലി നമുക്ക് സൽപ്രവൃത്തിയായിട്ടും ചെയ്യാം, ഒരു കൃപാവര പ്രവൃത്തിയായിട്ടും ചെയ്യാം. സൽപ്രവൃത്തിയായിട്ട് ചെയ്താൽ മനുഷ്യന്മാരിൽ നമുക്ക് പേര് കിട്ടും. കൃപാവര പ്രവൃത്തിയായിട്ട് ചെയ്താൽ ആത്മരക്ഷയ്ക്ക് അത് കാരണമാകും. കത്തോലിക്കന് സൽപ്രവൃത്തി ചെയ്യാൻ ബാധ്യതയില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ പേരിൽ ചെയ്യാനുള്ള കൃപാവര പ്രവൃത്തിക്ക് മാത്രമേ. അതിപ്പോൾ അതിന് പിന്നെ വേറെ കർത്താവിൻ്റെ അപ്പം നിങ്ങൾ ചെയ്താൽ പോലും ഒരു പ്രാവശ്യം പച്ചവെള്ളം, എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ ഈ മത്തായി 10:32 നിന്ന് താഴേക്ക് വരുമ്പോൾ 10:42 എന്താ പറയണത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കൃപ നൽകുമെന്നാണ് പറയണത്, ആ പ്രതിഫലം. കാര്യം പച്ചവെള്ളം കൊടുത്താൽ പകരം പച്ചവെള്ളം തരുമെന്നല്ല പറയണത്, ഞാനതിന് പ്രതിഫലം നൽകുമെന്നാണ്. പ്രതിഫലം എന്ന വാക്ക് ഉപയോഗിച്ച ബൈബിൾ ഭയങ്കര സൂത്ര പുസ്തകമാണ്. ഓരോ വാക്കും ദൈവത്തിൻ്റെ വാക്കാണ്. പ്രതിഫലത്തിന് ബൈബിളിൻ്റെ അർത്ഥമുണ്ട്. എന്താണ് പ്രതിഫലം? ഇതാ ഞാൻ വരുന്നു, പ്രതിഫലവും കൊണ്ട് വരുന്നു എന്ന് പറയും. ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു. നിത്യതയാണ് പറയണത്. കൈയിടിച്ച് കർത്താൻ ഹല്ലേലൂയ. മേഘത്തിൽ തളരരുളേ സാന്ത്വനമായി നടത്താം. മേഘത്തിൽ തളരരുളേ സാന്ത്വനമായി നടത്താം. അവനെ പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ. ഹല്ലേലൂയ. അപ്പോൾ പതുക്കെ നമ്മൾ സ്റ്റാൻഡിൽ പിടിക്കുകയാണ്. ഇപ്പോഴത്തെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് കൃപ നമുക്ക് ലഭിക്കാൻ ഈശോയുടെ നാമത്തിലാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടതെന്ന്, നമ്മുടെ പേരിലല്ല.
മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ അതെന്താണ്? അതിന് പ്രതിഫലം സിദ്ധിക്കും. കൃപയുടെ പ്രതിഫലം എന്താ? കൃപയുടെ പ്രതിഫലം നിത്യജീവനാണ്. അതിനച്ഛൻ പറഞ്ഞു, തപസ്സിൻ്റെ ആംഗിൾ വേറെ, ഉടമ്പടി പ്രാർത്ഥന ആംഗിൾ വേറെ. ഉടമ്പടി പ്രാർത്ഥന ഭൗതികമായ കാര്യങ്ങളെ നിവർത്തിക്ക് വേണ്ടിയുള്ളതാണ്. തപസ് ഭൗതിക കാര്യവും നടക്കും, അതേസമയം നിത്യകൃപയും ലഭിക്കും. കാര്യം കൃപയെന്ന് നമ്മൾ ഈ ആർജിക്കുന്ന കൃപയുണ്ട്. ഇപ്പം ഈ കൃപാവര പ്രവർത്തകരിലൂടെയാണ് നമ്മൾ കൃപ ആർജിക്കുന്നത്. ആർജിക്കുന്ന കൃപ നമുക്ക് കൂദാശകളിലൂടെ അടിസ്ഥാന കൃപയുണ്ട്. നമുക്ക് ഈ അടിസ്ഥാന കൃപയുടെ കൂടെയാണ് നമ്മൾ യേശുനാമത്തിലുള്ള നമുക്കറിയാമല്ലോ. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അങ്ങനെ ഒരു വ്യക്തിക്ക് ചെയ്യണമെങ്കിൽ ഈശോനോട് നമുക്ക് എന്ത് തോന്നണം? വിശ്വാസം, പിന്നെന്താ? സ്നേഹം. രണ്ടാം സംഭവം. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം നമുക്ക് കൃപാവര പ്രവർത്തനം ചെയ്യണമെങ്കിലേ, ഇപ്പം ഞാൻ രോഗിയായിരുന്നു, ഇപ്പം 10-25-35 ഈ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. എനിവേ ഈ രോഗത്തിന് മതവും ജാതിയും ഉണ്ടോ? രോഗത്തിന് ശത്രു സ്നേഹമുണ്ട്. രോഗമാണ്. നമ്മുടെ ശത്രു രോഗം വന്നാലും നമ്മൾ പോയി കാണും. ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ പോയി കാണും. നമ്മൾ പോയി കാണുന്ന ആരുടെ പേരിലാണ്? യേശുവിൻ്റെ പേരിൽ. അങ്ങനെയുള്ള കൃപാവര പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യേശുവിൻ്റെ എന്തുണ്ടാകണം? സ്നേഹം ഉണ്ടാകണം. പിന്നെന്തുണ്ടാകണം? വിശ്വാസം. ഈ രണ്ട് കാര്യം ഭയങ്കരമായിട്ടോ, രണ്ട് ചിറക് പോലെയാണ്. അതായത് സ്നേഹവും വിശ്വാസവും. പ്രത്യാശ ഞാൻ അത്രയും കണക്കാക്കത്തില്ല. കാര്യം സ്നേഹവും വിശ്വാസവും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ് പ്രത്യാശ നമ്മൾ നേരിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആമ്പയർ കൂട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്രൂട്ട്സായിട്ടാണ് ഹോപ്പ് വരുന്നത്. അപ്പോൾ സ്നേഹം. അതുകൊണ്ട് തിമോത്തി 1:14 പറയും, കർത്താവിൻ്റെ കൃപ എന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ കൃപ അവനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം നമ്മിലേക്ക് ചൊരിയുന്നു. കാരണം പൊക്കം ഉണ്ടല്ലേ. അതായത് നമ്മൾക്ക് ഇപ്പം 25-35 മത്തായി. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. ഞാൻ വിശന്നു, എനിക്ക് ഭക്ഷണം തന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യണത് ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി. കർത്താവിൻ്റെ നാമത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10:42. ഈ ചെറിയ ഒരുക്കെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാനത് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തെപ്പെടുത്തിയാണെങ്കിൽ, കർത്താവിൻ്റെ വിശ്വാസത്തെപ്പെടുത്തിയാണെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിലാണെങ്കിൽ ഇറ്റ് വിൽ ബി റിവാർഡഡ്. ഞാനത് പ്രതിഫലം നൽകും. എപ്പോഴാണോ നൽകേണ്ടത്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നുവെന്ന് നമ്മൾ വെളിപ്പാട് 21 നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സമ്മാനം നിത്യതയെക്കുറിച്ചാണ് പറയണത്. നമ്മൾ ചെയ്യുന്ന ഓരോ കൃപാവര പ്രവർത്തികൾക്കും നിത്യതയും സമ്മാനമായി മാറുകയും ഇതിങ്ങനെ കൃപയെ ആർജിക്കുകയും ചെയ്യുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൃപ എന്തുമാണ്? ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ? ഈ ശക്തിയാണ് നമ്മൾ ആത്മാവ് ആർജിക്കണത്. ആർജിച്ച് കഴിയുമ്പോൾ ആത്മാവ് കുറേ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കൃപാവര പ്രവർത്തികളിലൂടെ ശക്തി ആർജിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പവർ അങ്ങ് വർദ്ധിക്കും. ഇതിൻ്റെ പവർ വർദ്ധിച്ചിട്ട് പുനരുത്ഥാനത്തിൽ ഈ ഡൈവേർഷൻ കാണിക്കുന്നത്. പുനരുത്ഥാന കാലം വരുമ്പോൾ ഇതിൻ്റെ അതായത് ഏറ്റവും കൂടുതൽ കൃപ ലഭിച്ച ആൾക്കാർ കർത്താവിൻ്റെ ദിവസം സൂര്യനെ പോലെ ശോഭിക്കും. അതിന് കുറഞ്ഞ കൃപ ലഭിച്ച ആൾക്കാർ കർത്താവിൻ്റെ മുമ്പിൽ ചന്ദ്രനെ പോലെ ശോഭിക്കും. അതിനേക്കാൾ കുറഞ്ഞ കൃപ ലഭിച്ച ആൾക്കാർ കർത്താവിൻ്റെ മുമ്പിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അതിനേക്കാൾ കുറഞ്ഞ കൃപ ലഭിച്ച ആൾക്കാർ കരിക്കട്ട പോലെ ശോഭിക്കും. ഇത് അച്ഛൻ പറഞ്ഞതല്ല. ആര് പറഞ്ഞതാണ്? പൗലോസിനോട് പരിശുദ്ധാത്മ പറഞ്ഞതാണ്. 2 കൊരിന്ത്യസ് 15 1 കൊരിന്ത്യസ് 15:41 1 കൊരിന്ത്യസ് 15:41 ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചേ. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. ദിസ് ഈസ് ദ മെയിൻ പോയിന്റ്. അതായത് പറഞ്ഞു കേട്ടില്ലേ, പൗലോസിന്റെ ആണ്. അതായത് 1 കൊരിന്ത്യസ് 15:41 വചനം. അതായത് ഇപ്രകാരം തന്നെയാണ് പറഞ്ഞ്, ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. അപ്പൊ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സൂര്യകൃപയുണ്ട്, ചന്ദ്രകൃപയുണ്ട്,
നക്ഷത്രകൃപയുണ്ട്, താഴ്ന്ന കേസുണ്ട്. ചില ആൾക്കാർ വിചാരിക്കുവേ ഇവിടെ പെണ്ണും പിടിച്ച് രജിസ്റ്റർ മാരേജ് നടത്തി 2-3 കല്യാണരാമന്മാരായിട്ട് ജീവിക്കാം, പെങ്ങളുടെ വസ്തു പിടിച്ചെടുക്കാം, കൈക്ക് കൊട്ടേഷൻ ഗ്രൂപ്പ് കയ്യിലുണ്ടായാൽ മതി. ഇപ്പം അമ്മായിയമ്മമാർ വരുമ്പോഴും മരുമക്കളും ഇടിക്കുമ്പോൾ എന്താ, നിന്നെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുമെന്നല്ലേ പറയണത്. മരുമക്കളും തിരിച്ചു പറയും കൊട്ടേഷൻ എൻ്റെ അങ്ങനെ കൊട്ടേഷൻ അല്ല ആണ്, പിന്നെ എനിക്ക് പുറത്ത് തിരക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അവരങ്ങനെ പറയണം. മരുമക്കൾ തിരിച്ചടിക്കണം എന്താണ് അറിയാവാ, നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കല്ലേ, എൻ്റെ അങ്ങനെ കൊട്ടേഷൻ ആണ്, പിന്നെ എനിക്ക് പുറത്ത് പോയി കൊട്ടേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് ഇവർ തമ്മിൽ ഗോസ്തിയാണ് ഇത് പറഞ്ഞത്. അപ്പം ഇതാണ് ജീവിതത്തിലേക്ക് വരുന്ന ഒരു വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ ഓർക്കും. ഈ കൊട്ടേഷൻ എല്ലാം കളിച്ച് അവസാനം ചകാന്നെടുത്ത് അച്ഛനെ വിളിച്ച് ഈശോ മറി ഔസേപ്പ് എന്നൊക്കെ വിളിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പം സംഭവം ഓക്കെ ആകത്തില്ലെന്ന് അർത്ഥം. എല്ലാവരും ഈ കത്തോലിക്കിന് അബദ്ധം പറ്റിക്കണം എങ്ങനെയാണ്, ഇത് അവസാനം അച്ഛനെ വിളിച്ച് കുമ്പസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക, ഞൊട്ടും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അക്കൗണ്ട് അക്കൗണ്ട് ചെയ്ത് പോകണേ, അക്കൗണ്ട് ചെയ്ത് പോവുകയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അവസാനം കള്ളക്കണക്കെടുത്താൻ പറ്റത്തില്ല, എഴുതി ചേർക്കാൻ പറ്റത്തില്ല, അക്കൗണ്ട് ചെയ്ത് പോവുകയാണ്. അതാണ് എൻ്റെ വരുന്ന പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആർജിക്കുന്ന കൃപയനുസരിച്ച് കൊണ്ടാണ് അവൻ്റെ സാദൃശ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോണത്. അതാണ് ഡെയിലി കണക്കാ. നീ അത് അവസാനം ചെയ്യാൻ പറ്റത്തില്ല. നീ ആർജിക്കുന്ന കൃപയനുസരിച്ച് കൊണ്ട് അവൻ്റെ സാദൃശ്യത്തിൽ നിന്ന് സാദൃശ്യത്തിലേക്ക് അപ്പം തന്നെ ആത്മാവ് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുക. 2 കൊറിന്ത്യൻസ് 3:18 2 കൊറിന്ത്യൻസ് 3:18 2 കൊരിന്ത്യൻസ് 3:18 കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്നതുപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണിയായി. ദാറ്റ് മീൻസ് ഓരോ സൽപ്രവൃത്തിയിലൂടെയും ആ ടൈമിൽ തന്നെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെവലേഷൻ ഇൻ ദിസ് റിട്രീറ്റ്. ഇത്രയും നാളത്തെ ഏറ്റവും വലിയ വെളിപാടാണിത്. അതായത് അവസാനം കള്ളക്കണക്കെടുത്ത് ചേർക്കാൻ പറ്റത്തില്ലെന്ന്. അതായത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ടായി പോവുകയാണ്. നമ്മൾ അതാണ് ഒന്ന് വായിക്കുക, ശ്രദ്ധിക്കുക. ഈ പുനരുത്ഥാനത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല, മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുകയാണല്ലോ. അതാണ് ചെയ്യണം, അതാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ണാടിയിൽ എന്നതുപോലെ അണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും എന്ത് ചെയ്യണം? അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല രൂപാന്തരപ്പെടുമെന്നല്ല പറഞ്ഞിരിക്കണത്, ഓൺ പ്രോസസ്സിലാണ് സംഭവം. ഓരോ കൃപാവര പ്രവർത്തികളിലൂടെയും ആത്മാവ് കൺവേർഷൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിയായിരിക്കും ഇത് പണിയായിരിക്കും. കാര്യം ഇനിയെങ്കിലുള്ള കാലം ശ്രദ്ധിക്കണം. കൃപ ഇവിടെ, അതായത് നമുക്ക് കൃപാവര സൽപ്രവർത്തിയിലൊന്നും ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഇപ്പം ചവരില്ലാത്ത ചോറ് തിന്നണ പോലെ ഇരിക്കും, ഒന്നും കിട്ടത്തില്ല. ചവരില്ലാത്ത ചോറ് തിന്നരുതെന്ന് പറഞ്ഞില്ലേ? ഇപ്പം മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടില്ല, ചവരില്ലാത്ത ചോറ് കഴിച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് ഒന്നും കിട്ടുക. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അത് കുറേ 10-3/4 മലമായിട്ട് പോവുകയാണ്, ഒന്നും കഥയില്ല. അതുകൊണ്ടാണ് ചുവപ്പ് ചോറ് തിന്നണമെന്ന് പറയണത്, ഇല്ലേ? അവിടെ കർശനമായിട്ട് പറഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ഇത് തന്നെയല്ല, ഭക്ഷണക്രമങ്ങളൊക്കെ മലയാളി മാറ്റാതെ നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരും. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ബേക്കറിലേക്ക് പോയി, അത് അതിനേക്കാൾ ഗതികേടായിപ്പോയി. അതാണ് ഫാറ്റി ലിവറൊക്കെ അടിച്ച് വരുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല കലോറിയുള്ള കുറച്ച് ഭക്ഷണം കഴിച്ച് മനുഷ്യൻ കൂടുതൽ ജോലി ചെയ്യണ ഒരു കാലം വരും. അങ്ങനെ വരണം. ഇപ്പോൾ നമ്മുടെ മലയാളി അല്ലെങ്കിലും ഭക്ഷണക്രമം മാറ്റണം. ആ ഹിന്ദിക്കാരനൊക്കെ എന്നും മാത്രം പഞ്ചാര തിന്നണം, ഒരു കുഴപ്പമില്ലല്ലോ. അവന് വയറും ഇല്ല, അവൻ ഗോതമ്പ് തിന്നണം കൂടുതൽ. ഗോതമ്പിൻ്റെ ആളും കഴിക്കുക. നമുക്ക് ചോറേ തിന്ന അവസാനം നമുക്ക് എല്ലാം ഒരു ഭയങ്കര ഡിഷേപ്പല്ലേ. ദൈവം തന്ന സൗന്ദര്യം കളയാൻ അതിന് നമ്മൾ പഴയാൻ പറയണ്ടേ? ബ്യൂട്ടി പാർലറിൽ പോണ കേസല്ല. ദൈവം തന്ന സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഒരു കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം തന്ന സൗന്ദര്യമുണ്ട്. ആ ദൈവത്തിനല്ല ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്, ദൈവത്തിനല്ല ഏറ്റവും വലിയ സത്യമുള്ളത്. അപ്പോഴത് നമുക്ക് പകർന്ന് തന്നിരിക്കുകയല്ലേ. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ കഞ്ചാവ് അടിച്ച ഉറക്കം നിന്ന്, ആവശ്യമില്ലാതെ ഉറക്കം നിന്ന് എന്തുമാത്രം നേരമാണ് ആൾക്കാർ
വീഡിയോ ഗെയിമൊക്കെ കണ്ട് അല്ലെങ്കിൽ പ്രോണോഗ്രാഫി ഫിലിംസൊക്കെ കണ്ട് വെറുതെ ഉറക്കാൻ നിൽക്കണത്. ചില ഭർത്താക്കന്മാരെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. വൈഫ് 2 മണി വരെയാണ് ഇയാൾ മനുഷ്യനെയും കാത്തിരിക്കുകയാണ്. ഇയാൾ അപ്സ്റ്റെയറിലുണ്ട്, ഇയാൾ മറ്റേ നെറ്റിൽ പ്രോണോഗ്രാഫി മഞ്ഞപ്പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വൈഫ് അവിടെ ഉറങ്ങാതിരിക്കുമ്പോൾ ഈ മനുഷ്യൻ മഞ്ഞപ്പടം കൊണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഒറ്റ പൈസ കേസല്ല ഇത്. ഇയാൾക്ക് കണ്ടിലെ ഉറക്കം വരാത്ത കുറേ മനോരോഗികൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ മനസ്സാന്തരം വേണ്ടി ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, 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 നമ്മളോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കർത്താവ് ആവശ്യം വെളിപ്പെടുത്തി തരുന്ന വിഷയങ്ങളാണ്. നമ്മളുടനെ മധ്യസ്ഥ പ്രാർത്ഥന അത് നമ്മൾ മറന്നുപോകും. ഈശോ ആരും പ്രാർത്ഥിക്കാനില്ല ഈ വിഷയങ്ങളൊന്നും. ആരോരുമില്ലാത്ത ആത്മാക്കാർക്ക് വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? ആരോരുമില്ലാത്ത ആത്മാക്കളില്ലേ, അവർക്ക് വേണ്ടി നമ്മൾ ആത്മക്കാർ ദിവസം പ്രാർത്ഥിക്കണ പോരാ. ഈ വിഷയത്തിലൊന്നും പ്രാർത്ഥിക്കാൻ ആളില്ല. ധ്യാനകേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ ദുഃഖങ്ങളെ കണ്ടറിയണ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രങ്ങളാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇവർക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ഇന്ന് അബോർഷൻ നടക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരെ ധ്യാനകേന്ദ്രങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സങ്കടങ്ങൾ അവർ സ്വന്തം നെഞ്ചിൽ പെറുകൊണ്ടാണ്. അതുകൊണ്ടാണ് ധ്യാനകേന്ദ്രങ്ങൾ അപകടങ്ങൾ ഇത് കൂടുതലും അടയാളങ്ങൾ വരാൻ കാര്യം എന്താ? കർത്താവിൻ്റെ വേല ചെയ്യണമാണ് അവർ. അവർക്ക് കർത്താവിൻ്റെ ഓരോ നിമിഷങ്ങളിലുള്ള ദുഃഖങ്ങളെക്കുറിച്ച് അവർ വളരെ വേവരാതിയുള്ളവരാണ്. എല്ലാ ധ്യാനകേന്ദ്രങ്ങളും നമ്മൾ ധ്യാനകേന്ദ്രങ്ങളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴേ ഈശോ അവസാനം പറഞ്ഞാൽ ശരിക്കും, അതായത് നമ്മൾ വിചാരിക്കരുത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ തരികിട കാണിച്ച് ഇവിടെ ജീവിക്കാം, കള്ളക്കണക്ക് എഴുതാം, പറ്റിക്കാം, അല്ലെങ്കിൽ ആരുടെങ്കിലും വസ്തു വഞ്ചിച്ച് എടുത്താം. എന്നിട്ട് അവസാനം പിടിച്ചു കഴിയുമ്പോൾ പറയും, നിലവിളിച്ചോട് പറയും, മക്കളെപ്പോരനായിരുന്നെന്ന് വായിട്ട് കുത്താൻ തോന്നുന്നു. അതായത് അവസാനം എന്ത്, ഈ സദാം ഹുസൈൻ ചെയ്ത പോലെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ജനങ്ങളെ കൊണ്ടുവന്ന് മനുഷ്യക്കവചം ഉണ്ടാക്കി കളയും. പെങ്ങളുടെ വസ്തു വഞ്ചിച്ചെടുത്ത്, അയൽവാസിയുടെ വക വഞ്ചിച്ചെടുത്ത്, പ്രാന്തനായ ചിറ്റപ്പൻ്റെ വക വഞ്ചിച്ചെടുത്ത്, അവസാനം ചിറ്റപ്പന് തിരക്കാൻ പഠിക്കാൻ ആൾക്കാർ കോടതി വന്നപ്പോൾ വെച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ അപരാധം ചെയ്തത്? അവൻ്റെ പെൻഷൻ അറിയാതെ നീ അടിച്ചു മാറ്റാൻ കാര്യം എന്താണ്? അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ കാര്യം എന്താ? മക്കളെപ്പോലായിരുന്നെന്ന് പറയും. മക്കളെപ്പോലനായിരുന്നെന്ന് ഈ സൈതൊന്നോടെ എടുക്കത്തില്ല. അവസാനം മക്കളെ പിടിച്ച് മനുഷ്യകവചം ഉണ്ടാക്കുകയാണ്. ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും അപ്പോഴപ്പ റെക്കോർഡ് ചെയ്ത് ആത്മാവിലേക്ക് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അപകടം പിടിച്ച വചനമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3:18. അവിടുന്ന് നമ്മളെല്ലാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് സാദൃശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, സാദൃശ്യപ്പെടുമെന്നല്ല, നമ്മൾ തന്നെ അപ്പോഴപ്പോഴും ഡെയിലി അക്കൗണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡെയിലി അക്കൗണ്ട് കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഈ ഒപ്പിക്കൽ പരിപാടി നടക്കത്തില്ല. അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒപ്പിച്ചെടുക്കത്തില്ലേ? മുടക്കത്തെ കൊടുത്ത് ഒപ്പിച്ചെടുക്കുമല്ല. അപ്പോൾ നമ്മൾ കുമ്പസാരം കുർബാന സ്വീകരിച്ച് കുമ്പസാരത്തിന് പോലും ഈ ജ്ഞാനസ്ഥാനത്തിനെ പോലും ബൈബിള് പറയണത് അഡ്വാൻസ് ആണെന്നാണ്. എൻട്രൻസ് പഠിക്കും. നമ്മൾ MBBS പഠിക്കുന്ന ആൾക്കാർ എൻട്രൻസിന് പോകത്തില്ലേ? എൻട്രൻസ് പാസ്സായി ഉടനെ ഡിഗ്രി കൈ കിട്ടുക, ചികിത്സ തുടങ്ങാൻ പറ്റുക, പിടിച്ചാൽ കത്തിടും ഗവൺമെൻറ്. എൻട്രൻസ് പാസ്സായിട്ടുള്ളു. അതുപോലെ ജ്ഞാനസ്ഥാനം ഉള്ളിയ അഡ്വാൻസ് എൻട്രൻസാണ് സാധനം. അതിൻ്റെ കൂടെ ഇനി ആ കിട്ടിയിരിക്കുന്ന കൃപ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപ കിട്ടാനുള്ള സാധ്യതയ്ക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക. നമ്മളിന് സ്വന്തം നിലയിൽ അധ്വാനിക്കണം. ഞങ്ങൾ അധ്വാനിച്ചു, എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു. ഞങ്ങളല്ല അധ്വാനിച്ചത്, ഞങ്ങളിലുള്ള ദൈവകൃപയെന്ന് 1 കൊരിന്ത്യർ 15:10 1 കൊരിന്ത്യർ 15:10. ഞങ്ങൾ അധ്വാനിച്ചു, എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു. ഞങ്ങളല്ല അധ്വാനിച്ചത്. ആരാണ് അധ്വാനിച്ചത്? ഞങ്ങളിലുള്ള ദൈവകൃപയെന്ന്. ദൈവകൃപ മാത്രമേ അധ്വാനിപ്പിക്കത്തുള്ള. ദൈവകൃപയാണ് കൃപാവര പ്രവർത്തനം. കൃപാവര പ്രവർത്തനത്തിലാണ് ബൈബിൾ അധ്വാനം എന്ന് പറയുന്നത്. ബൈബിൾ അധ്വാനം എന്ന് പറയുന്നത് എന്താണ്? കൃപാവര പ്രവർത്തനത്തിനാണ്, അല്ല വർക്കീസ് വർഷിപ്പല്ല. അത് മുതലാളിത്ത സമൂഹത്തിൽ തൊഴിലാളികളെ കൊണ്ട് ഞായറാഴ്ച പോലും പണിയുണ്ടാക്കാൻ വേണ്ടി ലാഭക്കൊതിയന്മാരെ സാഹിബന്മാരുണ്ടാക്കിയതാണ് വർക്കീസ് വർഷിപ്പ്. അധ്വാനമാണ്, ആരാധന. അധ്വാനം അല്ല ഇത്.
ഇത് ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ രക്തത്തിന് വേണ്ടിയുള്ള അവന്റെ രക്തം ഭൂമി വീണിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിലുള്ള പ്രതികാര നടപടിയായിട്ടാണ് സാത്താനെതിരെയുള്ള അധ്വാനമാണ് കൃപാവര പ്രവൃത്തികളെ, യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. പിതാവേ, ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് ഈശോ പ്രാർത്ഥിച്ചില്ലേ 17:4 യോഹന്നാന്റെ സുവിശേഷം. പിതാവ് ഭൂമിയിലെ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് അധ്വാന പ്രവർത്തനങ്ങളോട് തിരിച്ചു മഹത്വം വരണത്. ആ മഹത്വമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്താണ്? നാമെല്ലാം അവനിൽ നിന്ന് മഹത്വത്തിലേക്ക് അവൻ്റെ സാധനത്തിൽ നിന്ന് ശാശ്വതത്തിലേക്ക് മഹത്വത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃപാവര പ്രവർത്തികൾ നമ്മളെ മഹത്വപ്പെടുത്തുന്നു. ആടെ മുമ്പിൽ കൃപാവര പ്രവർത്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം തിരിച്ച് മഹത്വപ്പെടുത്തുന്ന നമ്മളെ എങ്ങനെയാണ്? യോഹന്നാൻ 17:4 പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണം. ദൈവം നമ്മളെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ 2 കൊരിന്ത്യർ 3:12 വർക്ക് ചെയ്യും. ദൈവം നമ്മളെ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ സാദൃശ്യത്തിലാകും. സാദൃശ്യത്തിലാക്കിയാൽ തീർന്നില്ല. അത് പിന്നെ ചന്ദ്രകൃപ, അത് പിന്നെ നക്ഷത്രകൃപ, അത് പിന്നെ ചന്ദ്രകൃപ, അത് പിന്നെ സൂര്യകൃപ, അങ്ങനെ വളർന്ന് നാം എല്ലാം ഫുൾനെസ്സിൽ കരുത്തോമനെ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. അമ്മയെ കണ്ടപ്പോൾ മാലാഖ പറഞ്ഞത് എന്താണ്? സൂര്യനെ ഉടയാടിയാക്കിയവളെ, സൂര്യകൃപ നിറഞ്ഞവളെ, കരുത്തോമനെ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. കൃപ നിറഞ്ഞവളെ. കൃപ നിറയുമ്പോഴാണ് സൂര്യകൃപയാകണത്. അപ്പോഴാണ് അമ്മയെപ്പോലെയാണ്. നമുക്ക് അമ്മയെപ്പോലെയാകാൻ കർത്താവ് അഭിഷേകം തരാൻ പോകുന്നു. സുധുവിട ഹല്ലേലൂയ. യാത്രയിൽ